രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മദ്രസയിൽ കുറേ വർഷങ്ങളായി ഇങ്ങനെ ഒരു പരിപാടി റമദാനിനോടനുബന്ധിച്ച് നമ്മൾ നടത്തപ്പെടാറുണ്ട്. 2-3 വർഷങ്ങളായി നമ്മളത് നിർത്തിവെച്ചതായിരുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ഈ വർഷം മുതൽ നമ്മളത് തുടങ്ങുകയാണ്. ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ടായിരിക്കും ആളുകൾ കുറവ്. സ്ത്രീകൾ ഒരുപാടുണ്ട്, പുരുഷന്മാരാണ് കുറവ്. ഇൻഷാ അല്ലാഹ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും 5 ദിവസത്തെ പരിപാടിയാണ്. അതിൽ നിന്ന് 4 ദിവസം നമ്മുടെ പ്രഭാഷണവും, അതിൻ്റെ സമാപനം എന്നോണം 5-ാമത്തെ ദിവസം ഒരു മയ്യത്ത് പരിപാലന ക്ലാസ്സാണ്. വരുന്ന ഞായറാഴ്ച ഫാത്തിമ ടീച്ചർ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്, സഹോദരിമാർക്കാണ് ക്ലാസ് എടുക്കുന്നത്. മയ്യത്ത് കുളിപ്പിക്കലും, ഒരു സ്ത്രീ, ഒരു സഹോദരി മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ കാണിച്ച് തരുന്ന ഒരു രൂപത്തിലുള്ള ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വരുന്ന ഞായറാഴ്ച നടക്കുന്നത്. കഴിവിൻ്റെ പരമാവധി എല്ലാ സഹോദരിമാരും അതിലെത്തിച്ചേരണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മോട് ക്ലാസ് എടുക്കുന്നത് റഫീഖ് നിസാമി എന്ന് പറയുന്ന ഉസ്താദാണ്, നിറമരുതൂര്. അദ്ദേഹത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر. قال الله عز وجل: الصوم لي وأنا أجزي به. قال رسول الله صلى الله عليه وسلم: أسرف إلى الطاعات وقتك كله لا تتركن وقتا سدى متساهلا. ولدتك أمك يا ابن آدم باكيا والقوم حولك يضحكون سرورا. فمن ليوم أن تكون إذا بكوا في يوم موتك ضاحكا مسرورا. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. فاعلموا أمة سيدنا محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ നാട്ടുകാരനല്ലെങ്കിലും പത്തമ്പാട് മഹല്ലിൽ ധാരാളം ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഈ മഹല്ലത്തിലെ ഈ സ്ഥാപനത്തിൻ്റെ ദീനീ വൈജ്ഞാനിക രംഗത്ത് പ്രോജ്വലിച്ചു നിൽക്കുന്ന, നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുന്നരായ അഷ്റഫുൽ ഫൈലി, മറ്റു ഉസ്താദുമാർ, ഈ മഹല്ലത്തിൻ്റെ കാരണവന്മാർ, സഹോദര സഹോദരിമാർ, പവിത്രമാക്കപ്പെട്ട ഇൽമു പറയുന്ന മജ്ലിസിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതൊരു ഇബാദത്താണ്. നാം ഖുർആൻ ഓതുന്നത് പോലെ മറ്റ് ദിക്റുകളും സ്വലാത്തുകളും നിസ്കാരങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് പോലെ ഇൽമിൻ്റെ മജ്ലിസിൽ എത്രയാണോ അത്രയും സമയം ഇരിക്കുക എന്നത് ഈ പവിത്രമാക്കപ്പെട്ട റമദാനിൽ
മറ്റുള്ള അമലുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മഹത്വം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരു മഹത്തായ മജ്‌ലിസിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഖബൂലുള്ള സദസ്സായി സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 11 മാസക്കാലത്തോളം നാം ചെയ്ത അമലുകൾ, ആ അമലുകളെക്കാളും വലിയ അമലുകൾ, ധാരാളം പ്രവർത്തനങ്ങൾ, ധാരാളം സവാബുകൾ, പ്രതിഫലങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു പവിത്രമാക്കപ്പെട്ട മാസമാണ് റമദാൻ. നാം 11 മാസക്കാലത്തോളം ചെയ്ത അമലുകൾ എത്രയാണോ അതിനേക്കാൾ സവാബ് ഒരൊറ്റ മാസം കൊണ്ട്, അതല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കാൻ സാധിക്കും. നമുക്കറിയാം, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എങ്ങാനും ആ സൗഭാഗ്യം നമുക്ക് ലഭിച്ചാൽ 83 വർഷം അമൽ ചെയ്ത പ്രതിഫലം ആ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. ആ രാത്രി വിശുദ്ധമാക്കപ്പെട്ട റമദാനിലാണ്. അപ്പോൾ 11 മാസക്കാലത്തോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു മനുഷ്യൻ ചെയ്ത അമലുകൾ, ആ അമലുകളുടെ സവാബ് ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന പവിത്രമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബത്തൊക്കെ വിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ മുമ്പ് 6 മാസക്കാലത്തോളം ആ റമദാൻ ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളും അൽഹംദുലില്ലാഹ് റജബിലും ശഅബാനിലും 60 ദിവസത്തോളം ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. 2 മാസക്കാലത്തോളം റമദാൻ എത്തിക്കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്തു. അതേസമയം മഹത്തുക്കളായ മഹാന്മാർ 6 മാസക്കാലത്തോളം ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എനിക്കൊന്ന് റമദാൻ എത്തിക്കണമേ. റമദാൻ എത്താൻ വേണ്ടി 6 മാസക്കാലത്തോളം ദുആയിരുന്നു. എന്തിന്? ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന ഈ റമദാൻ ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ റമദാൻ എത്തിക്കഴിഞ്ഞാൽ അവർ മുണ്ടുമുറുക്കി മുഴുവൻ സമയങ്ങളും ഇബാദത്തിലായി മുഴുകുകയാണ്. ആ 1 മാസക്കാലത്തോളം അല്ലാഹുവിലേക്ക് സർവസ്വം സമർപ്പിച്ചുകൊണ്ട് അടുക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ 1 മാസം കഴിഞ്ഞാൽ ആ മഹത്തുക്കളായ മഹാന്മാർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? യതഖബ്ബല മിന്നീ. ആ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഉണ്ടല്ലോ, ആ കഴിഞ്ഞു പോയൊരു മാസം, ആ മാസം എന്നിൽ നിന്ന് നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റമദാനിന് ശേഷമുള്ള 6 മാസക്കാലത്തോളം റമദാനിന്റെ ഖബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. കാരണം അത്രക്കും പവിത്രതയുള്ള ഒരു മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ. അപ്പോൾ റമദാൻ എത്താൻ വേണ്ടി 6 മാസം എന്തായിരുന്നു? റമദാൻ എത്തി സർവസ്വവും റബ്ബിന് സമർപ്പിച്ച് ആ റമദാൻ വിട പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസക്കാലത്തോളം വീണ്ടും അതിൻ്റെ ഖബൂലിയത്തിന് വേണ്ടി, അത് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കുകയാണ്. അപ്പം അതിനെ ആലോചിച്ച് നോക്കുകയാണ്. അപ്പം അതിൻ്റെ മഹത്വം എത്രയുണ്ട് അതിൻ്റെ മഹത്വം. അത്രക്കും മഹത്വമുള്ള മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ കാലഘട്ടത്തിൽ അറിവിൻ്റെ കുറവൊന്നുമില്ല, ഇൽമിൻ്റെ കുറവൊന്നുമില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. നമ്മളിപ്പോഴും കേൾക്കുന്ന ആയത്താണത്. ജീവിതകാലത്ത് എല്ലാ റമദാനിലും 1, 2, 10 പ്രാവശ്യം കേൾക്കുന്ന ആയത്താണ് കുതിബ അലൈക്കുമുസ് സിയാം. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. അതിൽ യാ മാത്രം മതി. യാ എന്ന വിളിയാളം, ആ വിളിയാളം നമ്മുടെ ഹൃത്തടങ്ങളിൽ അലയടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. യാ എന്ന വിളിയാളം നമ്മുടെ ഹൃത്തടങ്ങളിൽ അലയടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
വിശുദ്ധമാക്കപ്പെട്ട റമദാൻ കൊണ്ട് നമ്മൾ കരുതിയത് ഒരു നോമ്പാണ്. ഞാൻ നോമ്പിനെ കാണുകയല്ല. സത്യത്തിൽ നോമ്പിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ സ്ഥലത്ത്, ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫൽയസുംഹു. ഒറ്റ സ്ഥലത്ത് മാത്രമേ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ വൈൻകാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ. അവിടെ തന്നെ പറയുന്നത് കാണാം, വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ആർക്കെങ്കിലും ഹാജരായി കിട്ടിയാൽ, അതിൽ സന്നിഹിതരായാൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഒറ്റ തവണ പറഞ്ഞു. അതേസമയം വൈൻകാന മരീദൻ, അവൻ രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ വല്ല യാത്രയിലോ മറ്റോ വല്ല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവനാണെങ്കിൽ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു സമയത്ത് നോമ്പനുഷ്ഠിച്ചാൽ മതി. വല്ല രോഗമോ വലിയ യാത്രാവേളയിലോ മറ്റൊക്കെ ആണെങ്കിൽ നോമ്പ് നോക്കണ്ട, മറ്റൊരു ദിവസം അത് ഖളാ വീട്ടിയാൽ മതി. ഒറ്റ തവണ മാത്രമേ ഖുർആനിൽ പറയുന്നുള്ളൂ നോമ്പിനെ കുറിച്ച്. അതേസമയം തഖ്വനെ കുറിച്ച് 200 ചില്ലാനം പ്രാവശ്യം ഖുർആനിൽ പഠിപ്പിച്ചത് കാണാം. 200 ചില്ലാനം പ്രാവശ്യം ഖുർആനിൽ തഖ്വയെ കുറിച്ച് പരാമർശിച്ചത് കാണാം. അപ്പോൾ നോമ്പിനാണോ മഹത്വം, അല്ലെങ്കിൽ നോമ്പാണോ കൂടുതൽ അള്ളാഹു ഗൗനിച്ചത്, തഖ്വക്കാണോ ഗൗനിച്ചത്? സത്യത്തിൽ നോമ്പിനേക്കാളും എല്ലാത്തിനേക്കാളും തഖ്വയുള്ളവരായി ജീവിക്കുക, അതിനാണ് അള്ളാഹു പ്രാധാന്യം നൽകിയത്. നോമ്പിനേക്കാളും പ്രാധാന്യം നൽകിയത് തഖ്വക്കാണ്. നോമ്പ് നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ നോമ്പ് നോക്കുക. നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു സമയത്ത് നോമ്പ് അനുഷ്ഠിച്ചാലും മതി. അതേസമയം തഖ്വനെ കുറിച്ച് അങ്ങനെയല്ല. സദാ ഇത്തഖില്ലാഹ ഐസുമാ കുൻത, നീ എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. സത്യത്തിൽ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ കൊണ്ടും നോമ്പ് കൊണ്ടും അള്ളാഹു ലക്ഷ്യമാക്കിയ മർമ്മപ്രധാനമായ ഒരേ ഒരു ലക്ഷ്യമുണ്ട്, അത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ കഴിയുക എന്നതാണ്. പലരും വിചാരിച്ചത് സുബ്ഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടന്നാൽ എല്ലാം ആയി, എൻ്റെ റമദാൻ അതുകൊണ്ട് കബൂലായി എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അത് തെറ്റിദ്ധരിച്ചതാണ്. അത് തെറ്റിദ്ധാരണജനകമായ കാര്യമാണ്. ഒരിക്കലും നോമ്പ് എന്ന് പറഞ്ഞാൽ അതല്ല. നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതിലൂടെ, അല്ലെങ്കിൽ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമുക്ക് അള്ളാഹു നൽകിയതിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കിയ ഒരേ ഒരു ലക്ഷ്യമുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉണ്ടാവാൻ വേണ്ടി. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഒരു മനുഷ്യനുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കതാണ് വേണ്ടത്, വെറും പട്ടിണി കിടക്കലല്ല. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് കാണാം, അഹ്വന സിയാമു തർക്കുത്തൊആമി വശറാബ് ഇദാ സുംത ഫൽയസും സംഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഹാരിം വദഅൽ ജാരി. നോമ്പെന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളം ഒഴിവാക്കൽ മാത്രമല്ല നോമ്പ്. മറിച്ച് ഓ മനുഷ്യ, ഇദാ സുംത, നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഫൽയസും സംഉക, നിന്റെ കേൾവി നോമ്പനുഷ്ഠിക്കട്ടെ. വബസറുക, നിന്റെ കാഴ്ച നോമ്പനുഷ്ഠിക്കട്ടെ. വലിസാനുക, നിന്റെ നാവ് നോമ്പനുഷ്ഠിക്കട്ടെ. അല്ലാതെ പട്ടിണി കിടക്കലല്ല നോമ്പ്, ഭക്ഷണം ഉപേക്ഷിക്കലല്ല നോമ്പ്. നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ നിന്റെ കണ്ണ് ഹറാമിൽ നിന്ന് പാടെ, റമദാൻ 1 മുതൽ 30 ഹറാമിൽ നിന്ന് നിന്റെ കണ്ണ് നിനക്ക് കാത്തു സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നീ കണ്ണുകൊണ്ട് നോമ്പനുഷ്ഠിച്ചവനാണ്. നിന്റെ കാതുകൾ ഹറാമ പ്രവർത്തികളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന്, ഗീബത്ത് നമീമത്തുകളിൽ നിന്ന് നിന്റെ കാതുകളെ നിനക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നീ നിന്റെ കാതുകൊണ്ട് നോമ്പനുഷ്ഠിച്ചവനാണ്. വലിസാനുക്, നിന്റെ നാവുണ്ടല്ലോ, ആ നാവ് കൊണ്ട് നീ ഹറാമ് പറയാതെ, ഹറാമിനെ കുറിച്ച് പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, കളവ് പറയാതെ,
അനിൽ കദിബി വൽ മഹാരിം, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ അതിൽ നിന്ന് നിന്റെ നാവെങ്ങാനും നോമ്പനുഷ്ഠിച്ചാൽ നീയാണ് യഥാർത്ഥ നോമ്പുകാരൻ. ആലോചിച്ചു നോക്കൂ, നമ്മൾ ഓരോരുത്തർ ജീവിതം ഒരു പുനർവിചിന്തനം നാം നടത്തുക. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ വന്നിട്ട് ഇന്ന് 6 ദിവസമായി. എത്ര ഹറാമുകൾ നമ്മൾ കണ്ടു, എത്ര ഹറാമുകൾ നമ്മൾ കേട്ടു, എത്ര ഹറാമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത്ര ഗീബത്ത് പറഞ്ഞവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. നമ്മൾ വിചാരിച്ചത് അള്ളാഹു പറഞ്ഞല്ലേ നോമ്പല്ല പ്രധാനം, ആ നോമ്പിലൂടെയുള്ള തഖ്വയാണ് അള്ളാഹു മർമ്മപ്രധാനമായി ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാന് കൊണ്ട് നമ്മളെ കൊണ്ട് അള്ളാഹു കരുതിയത്. തഖ്വയുണ്ടാവുക. കണ്ണുകളും കാതുകളും കാലുകളും നമ്മളെ അവയവങ്ങൾ മുഴുവനും ഹറാമിൽ നിന്ന് വെടിഞ്ഞ് ജീവിക്കുക. ഇതിനൊരാൾക്ക് സാധിച്ചാൽ അതാണ് ഒരു വിശ്വാസിയുടെ റമദാൻ. ഒരു വിശ്വാസിയുടെ റമദാൻ അതാണ്. അല്ലാതെ റമദാൻ നമുക്കറിയാം, എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ചെറുപ്പക്കാരികൾ, നമ്മൾ പോലും അന്നപാനിൽ നിന്നൊക്കെ വെടിഞ്ഞ് എന്തെല്ലോ പറയുന്നു, എന്തെല്ലോ കേൾക്കുന്നു, എന്തൊക്കെയോ കാണുന്നു. ഈ രൂപത്തിലാണ് നമ്മൾ നോമ്പെങ്കിൽ നമുക്ക് വിശ്വാസിയുടെ റമദാനായിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. എത്ര നോമ്പുകാർ ലൈസ ലഹു മിൻ സിയാമിഹി, അവന്റെ നോമ്പിൽ നിന്ന് അവൻക്കൊന്നുമില്ല, ഇല്ലൽ ജൂഅ്, അവൻ കുറെ വിശപ്പ് സഹിച്ചു എന്നതല്ലാതെ മറ്റൊന്നും അവൻക്ക് ലഭിക്കുന്നില്ല. അങ്ങനത്ര എത്ര നോമ്പുകാർ. അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരു ഹദീസിൽ പറയുന്നു, മല്ലം യദ് ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. മല്ലം യദ് ഖൗല സൂരി വൽ അമല ബിഹി, ചീത്ത വാക്കുകളും ചീത്ത പ്രവൃത്തികളും ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അവൻ കുറെ അന്നപാനീയങ്ങൾ വെടിഞ്ഞത് കൊണ്ട് എനിക്കൊരു ആവശ്യവുമില്ല. മോശമായ വാക്കുകൾ, മോശമായ പ്രവൃത്തികൾ, അതൊന്നും ഒരാൾ ജീവിതത്തിൽ നിന്ന് വെടിയുന്നില്ല. നോമ്പോറ്റിട്ടുണ്ട്. എത്രയോ ആളുകൾ നോമ്പ് നോറ്റ് ടൈം പാസിന് വേണ്ടി മൊബൈലും മറ്റൊക്കെ കണ്ടിരുന്ന് മഗ്‌രിബ് വരെ സമയം തീർക്കുന്ന എത്ര ആളുകൾ. അവർക്ക് കുറേ വിശപ്പ് സഹിച്ചു എന്നതല്ലാതെ അവർക്കൊന്നുമില്ല. അനാവശ്യങ്ങൾ അവന് വെടിഞ്ഞില്ലെങ്കിൽ കുറേ അമല് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പം തറാവിയൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളായിരിക്കാം, കുറെ ഖുർആനൊക്കെ ഓതിയ ആളുകളായിരിക്കാം. അതൊക്കെ വേണ്ടെന്നല്ല. പക്ഷേ അതോടൊപ്പം ഹറാമിൽ നിന്ന് വെടിഞ്ഞ് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ഒരു വിശ്വാസിയുടെ നോമ്പ്. മോശമായ പ്രവൃത്തികളും വാക്കുകളൊന്നും ഒരാൾക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഭക്ഷണം ഒഴിവാക്കൽ കൊണ്ടൊന്നും എനിക്കൊരു ആവശ്യമില്ല എന്ന് അള്ളാഹു അവൻ്റെ ഖുദ്സിയായ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ റമദാൻ. ഈ രൂപത്തിൽ നമുക്ക് റമദാൻ ഈ മാസം 30 ദിവസവും നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോൾ വിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം അത് തഖ്വയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, അള്ളാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ മുഴുവൻ ജീവിതത്തിന് പാടെ വർജിക്കുക. ഇതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ റമദാൻ. ഇങ്ങനെ ഒരാൾക്ക് ഈ റമദാനെ സ്വീകരിക്കാൻ സാധിച്ചാൽ അവർ രക്ഷപ്പെട്ടു. അതിന് നാം എന്ത് ചെയ്യണം? നമ്മളൊരു ജീവിതത്തിനൊരു ടൈം ടേബിള്, കഴിവിൻ്റെ പരമാവധി സുംത്ത് നിർബന്ധമാക്കുക, മിണ്ടാതിരിക്കുക. എത്രത്തോളം വിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ
ജായിസ് പോലും വിലക്കപ്പെട്ട മാസമാണ് ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ. ഹറാമ് പോയിട്ട് അള്ളാഹു കൽപ്പിച്ച നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി, സുന്നത്തായ കർമ്മങ്ങൾ പോലും ജീവിതത്തിൽ പകർത്തി, ഹറാമാക്കപ്പെട്ടതും കറാഹത്താക്കപ്പെട്ടതും അതല്ലെങ്കിൽ ജായിസായത് പോലും അനുവദിക്കപ്പെട്ട സംസാരം പോലും ഉപേക്ഷിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ. ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചോ? രക്ഷപ്പെട്ടു. മനസ്വമത്ത നജ, ആരെങ്കിലും മിണ്ടാതിരുന്നാൽ നജ, അവന് രക്ഷപ്പെട്ടു. എന്നാ വീട്ടിൽ പോയിട്ടൊക്കെ മിണ്ടാതെ കുത്തിർക്കണമെന്ന അർത്ഥത്തിലല്ലേ ഈ പറയുന്നത്? സംസാരിക്കേണ്ടി വരും. അവിടെയൊക്കെ മിതത്വം പാലിച്ച് കഴിവിന്റെ പരമാവധി മറ്റൊരുത്തിനെ കുറിച്ച് ആരെങ്കിലും ഒന്നും പറയുന്നുണ്ടെങ്കിൽ അപ്പം ഒന്ന് സ്ഥലം വിടുക. അതിന് നിൽക്കരുത്. പറയുന്ന ഓനല്ലേ, എനിക്ക് കുഴപ്പമില്ലൊന്നും മനസ്സിലാക്കരുത്. പറയുന്ന അവനും കുറ്റക്കാരനാണ്, അത് കേൾക്കുന്നവനും കുറ്റക്കാരനാണ്. അൽ ഗീബത്തു അശദ്ദു മിനസ്സിന, വ്യഭിചാരത്തിനേക്കാളും ശക്തിമത്താണ് ഗീബത്ത്, ഒരാളെ കുറിച്ച് കുറ്റം പറയുക എന്നത്. അതിന് ഉലമാക്കളാണെങ്കിലോ സാദാത്തുക്കളാണെങ്കിലോ പറയും വേണ്ട. ലാ തഗ്തബൻ അഹദൻ ഫദ്ലൻ അനിൽ ഉലമാ, നീ ഒരാളെ കുറിച്ചും നീ ഗീബത്ത് പറയരുത്. ഫദ്ലൻ അനിൽ ഉലമാ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച്. എന്തുകൊണ്ട്? പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളൊക്കെ ശരീരത്തിൽ ഒരു തരം ദഅഫ്, വിഷം അവരിലുണ്ട്. അതെങ്ങാനും നമ്മുടെ ശരീരത്തിലേറ്റാൽ നമ്മൾ അപകടത്തിലായി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് പറയലും വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലൊക്കെ അതിൽപ്പെട്ടതാണ്. നമ്മൾ വിചാരിക്കുന്നത് പറയൽ മാത്രമാണ്. ഒന്നുമല്ല. 1000 ആളുകളുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഒരാളെക്കുറിച്ച്, ഒരു പണ്ഡിതനെക്കുറിച്ച്, മറ്റൊരുത്തനെ കുറിച്ച് ഒരു മെസ്സേജ് കണ്ടു. ആ മെസ്സേജ് ഒരു 1000 ആളുകളുടെ ഗ്രൂപ്പിലേക്ക് അങ്ങ് ഷെയർ ചെയ്താൽ 1000 ആളുകളോട് ഗീബത്ത് പറഞ്ഞ കുറ്റം അവനക്ക് കിട്ടുകയാണ്. എന്ത് റമദാൻ? അവന് പള്ളിയിലൊക്കെ സജീവമായിട്ടുണ്ടാവും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹറാമിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു വിശ്വാസിയുടെ റമദാനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി യഥാർത്ഥ ബുദ്ധിമാൻ ആരാന്നറിയോ? നാളത്തേക്ക് സമ്പാദിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. സമൂഹത്തിൽ നമ്മൾ പൊട്ടന്മാരായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പേർക്ക് നമ്മൾ അങ്ങാടി കൂടെ ഒക്കെ അലഞ്ഞിരുന്ന് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരാ ബുദ്ധിമാന്മാർ, നമ്മളാ പൊട്ടന്മാർ. ഇന്നൊക്കെ മയ്യത്തുൻ, നീ മയ്യത്താന്ന് പറഞ്ഞില്ലേ, നമ്മളെന്നെ മയ്യത്ത്. അങ്ങാടി കൂടി പോകുന്ന ചിലപ്പം പൊട്ടന്മാരുണ്ടല്ലോ, ചിലപ്പോൾ ഏതെങ്കിലും ഭ്രാന്തനെന്നൊക്കെ നമ്മൾ വിലയിരുത്തപ്പെടുന്ന ആളുകൾ, അവർ ആഖിറത്തിലെ ബുദ്ധിമാന്മാരാണ്. അവര് ഞമ്മളാവും അവിടുത്തെ കണ്ണുപൊട്ടൻ, ഞമ്മളാവും അവിടുത്തെ ഭ്രാന്തൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാ. യഥാർത്ഥ ബുദ്ധിമാൻ ആരാ? നാളത്തെ ജീവിതത്തിലേക്ക് സമ്പാദിക്കുന്നവൻ. അവർ ഒരു കഷപിശ പറയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ സ്ഥലം വിടുക. ചിലപ്പോൾ അവനെക്കുറിച്ച് മോശക്കാവും, ഇജ്ജ് വലിയ സൂപ്പി എന്നൊക്കെ പറയുണ്ടാവും, പറഞ്ഞോട്ടെ, ഒന്ന് വിടുക. നമ്മുടെ നാക്കുകൊണ്ട് ഉമ്മമാര് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സ്ത്രീകൾ അങ്ങ് ഒത്താൽ, 2-3 സ്ത്രീകൾ അങ്ങ് ഒത്തുകഴിഞ്ഞാൽ പിന്നെ അവളെക്കുറിച്ചും ഇവളെക്കുറിച്ചൊക്കെ ഗീബത്തും നമീമത്തും ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ നോമ്പുകളൊക്കെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവരാണ് കൈവരഞ്ഞവർ. ആഖിറത്തിൽ മുഫ്ലിസീങ്ങൾ വരും. ആരാ മുഫ്ലിസ്? കൈവരഞ്ഞവൻ, സമ്പത്തില്ലാത്തവനല്ല, അല്ലെങ്കിൽ കുടുംബ മഹിമയില്ലാത്തവനല്ല, എല്ലാം ഒത്തിണങ്ങിയ ആളാണ്. പക്ഷേ ആഖിറത്തിൽ മുഫ്ലിസീങ്ങൾ വരും. ആരാ മുഫ്ലിസീങ്ങൾ? മുഫ്ലിസു യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല്, ആരാ മുഫ്ലിസീങ്ങൾ? ആരാണ് കൈവരഞ്ഞവർ? ആരാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഓ മനുഷ്യ, ആഖിറത്തിൽ വന്നു കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ സുകൃതങ്ങളും മുഴുവൻ അമലുകളും മറ്റുള്ളവർക്ക് വിഹിതിച്ചു കൊടുത്ത് അവന്റെ കൈവശം ഒന്നുമില്ലാത്തവനാണ് മുഫ്ലിസ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മുഫ്ലിസ് ആവാതിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം റുകൂകളും സുജൂദുകളൊക്കെ വർദ്ധിപ്പിക്കുക.
അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. റമദാനിലെ ഒരു രാത്രി, റമദാനിലെ ഒരു രാത്രി മഹാനവറുകൾ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ധാരാളം ഹൂരികൾ കടന്നു വരുന്നു, ഹൂർലിങ്ങൾ കടന്നു വരികയാണ്. ഒരു അരുവിയുണ്ട്, ആ അരുവിയുടെ സമീപത്ത് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുകയാണ്. എവിടെയുള്ളത്? ഒരു അരുവിയുടെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുന്ന സ്വപ്നം കാണുന്നു. ആ അരുവിയുടെ അടുത്തേക്ക് ധാരാളം ഹൂർലിങ്ങളായ സ്ത്രീകൾ ഇങ്ങനെ കടന്നു വരികയാണ്. സുന്ദരികളായ സ്ത്രീകൾ, എത്രത്തോളം സൂര്യന്റെ പ്രകാശത്തെ പോലും ലജ്ജിപ്പിക്കും വിധത്തിൽ പ്രകാശപൂരിതമായ ഹൂരികളായ സ്ത്രീകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നഹ്നുൽ ഹാമിദീന സ്വായിമീന റാക്കിഈന സാജിദീന ഫീ ശഹ്രി റമളാൻ. ഞങ്ങൾ റമളാൻ മാസത്തിൽ ധാരാളം സുജൂദുകളും ധാരാളം റുകൂകളും വർദ്ധിപ്പിക്കുന്ന നോമ്പുകാർക്കുള്ളവരാണ്. വിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ധാരാളം സുജൂദുകളും റുകൂകളൊക്കെ വർദ്ധിപ്പിക്കുന്ന നോമ്പുകാരായ ആളുകൾക്കുള്ളവരാണ് ഞങ്ങൾ എന്ന് ആ ഹൂരികൾ മറുപടി പറയുകയാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം റുകൂകളും സുജൂദുകളും ധാരാളം വർദ്ധിപ്പിക്കുക. കൃത്യമായി ഒരു വിശ്വാസിയുടെ റമദാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി 5 വഖത്ത് കൃത്യമായി നിർവഹിക്കുക. 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. അത് തന്നെ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുക, ജമാഅത്തോടുകൂടി നിസ്കരിക്കുക. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മുടെ നിസ്കാരം ഒരൊറ്റ വഖത്ത് പോലും വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഖളായി പോകരുത്. അത് നോമ്പ് തുറയുടെ അന്നാണെങ്കിലും എന്നാണെങ്കിലും ഒരു സുന്നത്തായ നോമ്പ് തുറക്ക് വേണ്ടി ഫർളായ മഗ്രിബ് നമ്മിൽ നിന്ന് ഖളായി പോകരുത്. ഒരൊറ്റ നിസ്കാരം ഖളായി പോകരുത്. ഒരു വിശ്വാസിയുടെ റമദാൻ അതാണ്. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. കൃത്യമായി ഫർള് നിസ്കരിക്കുക. അത് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ അങ്ങാടികളിലേക്ക് പോയാൽ പോലും നിസ്കാരം ഒഴിവാക്കി പോകരുത്. അതോടൊപ്പം നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുക. ആലോചിച്ച് നോക്കുമാക്കപ്പെട്ട റമദാൻ, ഒരു ഫർദിന് 70 ഫർദിൻ്റെ പ്രതിഫലം കിട്ടുക, ഒരു സുന്നത്തിൻ്റെ ഫർദിൻ്റെ കൂലി കിട്ടുക, ഒരു ജമാഅത്തിന് സാധാരണഗതിയിൽ ഒരു ജമാഅത്തിന് 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ജമാഅത്ത് നിസ്കാരം റമദാനിലാണെങ്കിൽ അതിൻ്റെ മഹത്വം എത്രയാണ്! എല്ലാവരോടും മുഅ്മിനീങ്ങളായ പുരുഷന്മാരോടും സ്ത്രീകളോടും എല്ലാവരോടും പറയാനുള്ളത്, ഒറ്റ നിസ്കാരവും ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിക്കരുത്. ഇതുവരെ പിന്നെ ഏതെങ്കിലുമൊക്കെ നിസ്കാരങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്തിൻ്റെ ഒക്കെ മഹത്വം അത്രക്കും വലിയ രൂപത്തിലാണ് മഹത്വക്കൾ അതിനെ വില കൽപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, 2ാം ഖലീഫയാണ്, ഇസ്ലാമിലെ 2ാം ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം അസ്വറിൻ്റെ ജമാഅത്ത് നടക്കും മുമ്പ് 2 കാരക്കത്തോട്ടങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് വരാമെന്ന് മനസ്സിലാക്കി മഹാനവറുകൾ വന്നതാ. കാരക്കത്തോട്ടങ്ങളൊക്കെ സന്ദർശിച്ചു. മഹാനവറുകൾ അസ്വർ ജമാഅത്തിന് വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത്, അത് നമ്മളെപ്പോലെ ഇന്ന് വാച്ചൊന്നും കൈമുണ്ടാവില്ലല്ലോ, ഒന്ന് സമയം തെറ്റിപ്പോയി. അസ്വറിന് ജമാഅത്ത് നിസ്കാരം മഹാനവറുകൾക്ക് നഷ്ടപ്പെട്ടു പോയി. സ്വഹാബത്തിന്റെ മദീന പള്ളിയിൽ നിന്നും ജമാഅത്ത് കഴിഞ്ഞിങ്ങനെ തിരിച്ചു വരുന്നു, മടങ്ങി വരുന്നു. ആ കാഴ്ച അങ്ങ് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ പൊട്ടി പൊട്ടി കരയുകയാണ്. വല്ലാത്ത കരച്ചിന് സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. സ്വഹാബത്തിന്റെ മുന്നിലെത്തി പൊട്ടി പൊട്ടി കരഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, മാലക്കയാ ഉമർ, ഓ ഉമറേ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടിയാ കരയുന്നത്? നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിങ്ങി പൊട്ടി 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 കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ ആരും ആക്രമിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അസ്വറിൻ്റെ ജമാഅത്ത്
എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരൊറ്റ വഖത്ത് നിസ്കാരത്തിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ മഹാനവർ പൊട്ടി പൊട്ടി കരയുന്നു. സ്വഹാബത്ത് ആശ്വസിപ്പിച്ചു. സ്വഹാബത്ത് അതാ സമാധാനിപ്പിക്കുകയാണ്. എത്ര സമാധാനിപ്പിച്ചിട്ടും ഉമർ തങ്ങളെ കരച്ചിൽ നിൽക്കുന്നില്ല. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, അയാ മാശറൽ മുസ്ലിമീൻ ഇന്നി വഖഫ്തു ഹാദൽ മുസ്താനൈൻ. എൻ്റെ ഹബീബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ജമാഅത്ത് നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എനിൻ്റെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അസ്വറിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞ എൻ്റെ ഈ ദുനിയാവിലെ 2 കാരക്കത്തോട്ടങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മഹാനവർ 2 കാരക്കത്തോട്ടങ്ങളും ആ ഈത്തപ്പന തോട്ടങ്ങൾ അതാ ഫഖീറന്മാർക്ക് ദാനം ചെയ്യുന്നു. 2 കാരക്കത്തോട്ടങ്ങളും സാധുക്കൾക്ക് ഫുഖറാക്കൾക്ക് അങ്ങ് വഖഫ് ചെയ്യുകയാണ്. എന്താ കാരണം? അതുകൊണ്ടല്ലേ എൻ്റെ ആഖിറത്തിന് ഉപകരിക്കുന്ന ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അതെനിക്ക് വേണ്ട. അത്ര വലിയ മഹത്വം കണ്ടവരാണ് ജമാഅത്ത് നിസ്കാരത്തിന്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊക്കെ ആ പ്രതിഫലം കിട്ടും. 27 ഇരട്ടിയല്ല, അതിനേക്കാൾ അപ്പുറം കിട്ടും. ഒരാളെ മുന്നിൽ നിർത്തുക, നിങ്ങൾ തന്നെ നിൽക്കുക, നിങ്ങളുടെ ബാക്കിൽ ഒരാളെ മമ്മുമായി നിർത്തുക, മരുമകളെ മമ്മുമാക്കുക, അല്ലെങ്കിൽ ഇമാമാക്കുക. നമുക്ക് സാധിക്കുന്ന കാര്യമാണ്, വളരെ സിമ്പിളാണ്. ഇമാമായി നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കരുതാനില്ല. മഅ്മൂം എന്ത് കരുതണം? ഇമാമോടൊപ്പം എന്ന് നിയ്യത്തിൽ കൂട്ടിക്കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇമാമാണെങ്കിൽ സുന്നത്തായിട്ട് ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന സുന്നത്തായിട്ടുള്ള നിയ്യത്തും കൂടെ വെച്ചാൽ അതും റെഡിയായി. 2 27 ഇരട്ടി. അത് റമദാനിലാണെങ്കിൽ ധാരാളം ഇരട്ടികൾ പ്രതിഫലം ലഭിക്കുകയാണ് ജമാഅത്ത് നിസ്കാരം. നാം ശരിക്കും ശ്രദ്ധിക്കുക. ഒരു വിശ്വാസിയുടെ റമദാൻ, ഈ റമദാൻ ഞങ്ങൾക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞത് ആയിരുന്നിട്ട് നമുക്ക് എത്തി. പിന്നെ എന്തുണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ കൃത്യമായി 5 വഖ്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നമുക്കറിയാം, ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ പ്രത്യേകം നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം അത് കൃത്യമായി അൽഹംദുലില്ലാ പുരുഷന്മാരൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കാരണന്മാരൊക്കെ നമുക്ക് ഇവിടെ അറിയുന്ന കാരണന്മാരതൊക്കെ ഇവർക്ക് അൽഹംദുലില്ലാ പള്ളിയിൽ വൃത്തിയായി കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും, സംശയവുമില്ല. അതേസമയം പലപ്പോഴും സ്ത്രീകൾക്ക് അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. സാധിക്കുന്ന സമയത്ത് പോലും പലരും ക്ഷീണത്തിൻ്റെയും മറ്റൊക്കെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. റുക്കൂകൾ ധാരാളം വർദ്ധിപ്പിക്കുക, സുജൂദുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയാണ്, തഫഖദു ഹലാവത്തൻ ഫീ സലാത്ത്. 3 കാര്യങ്ങളിൽ നിങ്ങൾ 3 കാര്യങ്ങളുടെ മാധുര്യം നിങ്ങൾ പെറുക്കിയെടുക്കണം. 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാധുര്യമുണ്ട്, നിങ്ങളത് പെറുക്കിയെടുക്കണം. ഒന്ന് അസ്വല, ഒന്ന് നിസ്കാരമാണ്. നിസ്കാരത്തെക്കാളും മാധുര്യമുള്ള മറ്റൊന്നില്ല ഇസ്ലാമിൽ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരിമാർ, ഒരു കാരണവശാലും നിങ്ങൾ തറാവീഹ് നഷ്ടപ്പെടുത്തി കളയരുത്. അഥവാ വല്ല ക്ഷീണം മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റിട്ടെങ്കിലും ആ തറാവീഹിനെ ബാക്കി നിസ്കരിച്ചോളണം. അപ്പോൾ എന്ത് കിട്ടും? തറാവീഹും കിട്ടും, തഹജ്ജുദിൻ്റെ നിയ്യത്തും കൂടി കരുതി അതും കൂടി കിട്ടും. ഒരു സഹോദരി ഇശാ നിസ്കരിച്ച് കിടന്നുറങ്ങി. അത്താഴത്തിന് സാധാരണ 4:30 മണിക്കാണ് എഴുന്നേൽക്കൽ, 34 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ട് ഒതുക്കെ എടുത്ത് പിന്നെ ആ തറാവീഹ് എന്ത് ചെയ്തു? നിസ്കരിക്കുകയാണ്. തറാവീഹിൻ്റെ കൂടെ 2 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാരവും തഹജ്ജുദ് സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് 2ഉം കൂടി നിയ്യത്ത് വെച്ച് നിസ്കരിച്ചാൽ തറാവീഹും കിട്ടും, തഹജ്ജുദിൻ്റെ കൂലിയും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാരണവശാലും തറാവീഹ് ഒഴിവാക്കരുത്. കൂലി ദ്വേഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹു കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ പഠിപ്പിച്ചത് കാണാം. നമ്മൾ കേട്ട് തമ്പിച്ച ഹദീസാണത്. അൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി.
അവനെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈൻ വജത്തുമുഹ, അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, 3 കാര്യത്തിലുള്ള മാധുര്യം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കി കളയരുത്, നിങ്ങളത് പെറുക്കിയെടുക്കണം. ഒന്നെന്താണ്? ഒന്ന് നിസ്കാരമാണ്. ധാരാളം നിസ്കാരം നിർവഹിക്കുക. വൽ ഖുർആൻ, ഖുർആനാണ്. വദ്ദുആ, മൂന്നാമത്തെ പ്രവർത്തനം, മൂന്നാമത്തെ അമല് അത് പ്രാർത്ഥനയാണ്. ഈ 3 കാര്യങ്ങളിലുമുള്ള ഹലാമത്ത് നിങ്ങൾ പെറുക്കിയെടുക്കണം. ഫൈൻ വജത്തുമുഹാ, ഒരു മനുഷ്യൻക്കെങ്ങാനും ഈ 3 അമലുകളും ചെയ്യാൻ സാധിച്ചാൽ വഹ്മദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അതിൻ്റെ പേരിൽ സ്മരിക്കണം, അവന് ഹംദ് ചെയ്യണം, സ്തുതിക്കണം. എന്ത്? ഈ 3 കാര്യങ്ങളും ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ, 1 നിസ്കാരം, 2 ഖുർആൻ, 3 പ്രാർത്ഥന. ഈ 3 കാര്യങ്ങളിൽ ഒരു മുഅ്മിനായ മനുഷ്യൻക്കെങ്ങാനും ഈ 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ മാധുര്യം പെറുക്കിയെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കണം. എന്തുകൊണ്ട്? അതിന് മുഅ്മിനെ സാധിക്കൂ. ഹബീബ് പറയാ, ഫൈലം തജിദൂഹാ ഫഅലമൂ അന്ന അബ്വാബൽ ഖൈരി അലൈക്കും മുഅല്ലഖ. അതൊരു സ്ത്രീക്ക്, ഒരു സഹോദരന് ഈ 3 കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഫഅലമൂ, നിങ്ങൾ അറിയണം, അന്ന ബാബൽ ഖൈരി മുഗ്ലഖുൻ അലൈഹ, നന്മയുടെ കവാടങ്ങളൊക്കെ അവൻ്റെ മേൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്നതിനർത്ഥം. ഇത് 3 ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നന്മയുടെ കവാടങ്ങൾ അവൻക്ക് കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഭാഗ്യമില്ലാത്തവനാണ്, തൗഫീഖില്ലാത്തവനാണ്. അവൻ ഒരു വിശ്വാസിയുടെ റമദാനെ സ്വീകരിക്കാൻ സാധിക്കാത്തവനാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ കഴിവിൻ്റെ പരമാവധി റുകൂകളും സുജൂദുകളൊക്കെ വർദ്ധിപ്പിക്കുക. കൃത്യമായി 5 വഖ്ത് നിസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിക്കുക. കൃത്യമായി തറാവിഹ് നിസ്കരിക്കുക. അതോടൊപ്പം ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യർക്ക് പരമമായ ആനന്ദം കിട്ടാൻ 4 കാര്യങ്ങൾ വേണം. ശരിക്കും ശ്രദ്ധിക്കുക, 4 കാര്യങ്ങൾ വേണം ഒരാൾക്ക് പരമമായ ആനന്ദം, സ്വർഗം, അതല്ലെങ്കിൽ ലിഖാഅ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുക. അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. നമ്മൾ എത്രയോ കേട്ടതാണ്. അതേ ഹദീസ് തന്നെ, അസ്സൗമു ലീ വഅന ഉജ്സാ ബിഹി, വഅന അജ്സി എന്നാണ് ഹദീസ്. അതേ ഹദീസ് തന്നെ വഅന ഉജ്സാ ബിഹി എന്ന് മറ്റൊരു റിവായത്തിൽ കാണാം. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം, എന്നെയാണ് പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന്. ഞാൻ പ്രതിഫലം കൊടുക്കുന്നല്ല, എന്നെയാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്, എന്നെയാണ് പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണ് അവൻക്ക് പ്രതിഫലമായി കൊടുക്കുന്നത്. അള്ളാഹിന്റെ ലിഖാ, അള്ളാഹിനെ കണ്ടുമുട്ടാൻ കഴിയും. അള്ളാഹു അവൻക്ക് കുറെ കൂലി കൊടുക്കുന്ന അർത്ഥമുണ്ട് ഒരു ഹദീസിൽ. അതേസമയം നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അവന്റെ പ്രതിഫലം. ഞാൻ നോമ്പ് നോറ്റാൽ എനിക്കുള്ള പ്രതിഫലം എന്താണ്? അള്ളാഹ്, എൻ്റെ സമ്മാനം അള്ളാഹുവാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കണ്ടുമുട്ടുക, അള്ളാഹുവിനെ കണ്ടുമുട്ടുക. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കാളും, സ്വർഗം പോലും മറന്നു പോകുന്ന ഏറ്റവും വലിയ പരമമായ ആനന്ദമാണ് റബ്ബിനെ കണ്ടുമുട്ടുക. സ്വർഗം പോലും മറന്നു പോകും. ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മളെ ചെറിയ കുഞ്ഞു പൊന്നു മക്കൾക്ക് പിന്നെ വിമാനം അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നും അതിങ്ങനെ ഓരോന്നിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ചോദിക്കും, ഉമ്മ അത് ആരാ എനിക്ക് വാങ്ങിച്ചു തരുന്നത്, എനിക്ക് ആരതൊക്കെ തരുന്നത് ആരാന്ന് ചോദിച്ചപ്പോൾ ഉമ്മ എപ്പോഴും പറയും, തൻ്റെ ഉപ്പയാണ് മോനെ, ഗൾഫിലാണ് ഉപ്പ നാളെ വരും എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ കളിസാമാനൊന്നും ബോധം ഉണ്ടാവില്ല. ആ കുട്ടിക്ക് ഉപ്പനെ കാണണമെന്ന് ചിന്ത ഉണ്ടാവുള്ളൂ. എന്നതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ റബ്ബിനെ കാണാനാണ് ഏതൊരു വിശ്വാസിക്കും ആഗ്രഹമുണ്ടാവുക. സ്വർഗമൊക്കെ മറന്നു പോകുന്ന, സ്വർഗം പോലും മറന്നു പോകും, അവനെ കണ്ടുമുട്ടുക എന്നതാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്
ഏത് അമലെടുത്ത് നോക്കിയാലും പരമമായ ആനന്ദമുണ്ടാകാൻ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 4 കാര്യങ്ങൾ. ഇപ്പം നമ്മളെ വീട്ടിൽ, നമ്മളെ ആചാര്യ വീട്ടിൽ പിന്നെ നല്ല മാമ്പഴം എന്നും വൈകുന്നേരമാകുമ്പോൾ നല്ല അസറാകുമ്പോൾ മൂപ്പരാൾ എന്ത് ചെയ്യുമെന്നറിയോ? നല്ല പഴുത്ത മാമ്പഴം മൂപ്പര മാവിൽ നിന്ന് പറിച്ചെടുക്കും. ചെറിയൊരു മാവാണ്. അപ്പുറത്തിൻ്റെ പൈനാപ്പിൾ അതും മൂപ്പര തൊടുവിൽ നിന്ന് അതും മൂപ്പര് പറിച്ചെടുത്ത് അതൊക്കെ ചെത്തി റെഡിയാക്കി നോമ്പ് തുറക്കാനുള്ള നല്ല വിഭവമാക്കിയിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മൂപ്പരൊക്കെ അവർ അയൽവാസികൾ, ഞങ്ങളൊക്കെ അവർ അയൽവാസികളാണ്. നിങ്ങളെ തൊടുവിലൊന്നും അതില്ല. നിങ്ങൾ ഈ വിഷവും മറ്റൊക്കെ ഉള്ള ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? നിങ്ങൾ പാവങ്ങൾ കഴിക്കും. അള്ളാഹു അതിൻ്റെയൊക്കെ ഷെറിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. മൂപ്പര സ്വന്തമാണ് അതൊക്കെ എടുത്ത് വിഭവങ്ങൾ ഒരുക്കുന്നത്. നമുക്കും അതേപോലെ ഉണ്ടാക്കിക്കൂടെ? അല്ലേ? ഉണ്ടാക്കിക്കൂടാജി അല്ലേ? അപ്പോൾ വാർപ്പിൻ്റെ മുകളിലൊക്കെ പിന്നെ മാവും ചക്കാമരവും മാങ്ങാമരവും ഒക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. വാർപ്പിൻ്റെ മുകളിൽ കാരണം ചെറിയ എന്താ നമ്മളെ നാട്ടിലെ ഇതല്ലത്. അതിന് ചെറിയ തൈ കൊണ്ടുവന്ന് ചെറിയ ഡ്രമ്മിലൊക്കെ നല്ല വളവും മറ്റൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി എന്ത് ചെയ്യുന്നുണ്ട്? നല്ല ചക്ക, ചെറിയ പ്ലാവുമ്മൽ നല്ല ചക്ക ഉണ്ടാകുന്ന കാലഘട്ടം. ഞാൻ പറഞ്ഞു വന്നത്, നല്ല വിളവെടുക്കാൻ മൂപ്പര് ചെയ്ത പണി എന്താണെന്നറിയോ? നല്ല വിഷമില്ലാത്ത നല്ല വിളവും ഫ്രൂട്ട്സുകളൊക്കെ വിളവെടുക്കാൻ അദ്ദേഹം ചെയ്തത് 4 കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. നമ്മളും തന്നെ ആ 4 കാര്യങ്ങൾ ചെയ്താൽ നമുക്കും അതേപോലെ വിളവെടുക്കാൻ സാധിക്കും. മൂപ്പര് ചെയ്തത് ആദ്യം നല്ല വിത്ത് മൂപ്പര് തെരഞ്ഞു പിടിച്ചു. നല്ല വിത്ത് ഗുണം 10 ഗുണം. നല്ല വിത്താണെങ്കിൽ അല്ലേ നല്ല ഗുണം കിട്ടും. നല്ല വിത്ത് മൂപ്പര് കൊണ്ടുവന്ന് അത് നല്ല ഭൂമിയിൽ വിതച്ചു. അതുകൊണ്ട് മാത്രം അതിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടൂല. നമുക്കറിയാം, പരിസ്ഥിതി ദിനം വരുമ്പോൾ നമ്മളൊക്കെ നാടുകളിൽ ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കലുണ്ട് അല്ലേ? ഇല്ലേ? പരിസ്ഥിതി ദിനം വരുമ്പോൾ നമ്മളൊക്കെ മരങ്ങൾ പിടിപ്പിക്കലുണ്ട്. ആ മരങ്ങളൊക്കെ കായ്ച്ചതായിട്ടൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ആ മരങ്ങൾ വളർന്നതുപോലും കാണാറില്ല പലപ്പോഴും. ഇപ്പം നമ്മൾ പുത്തൻതുറ മദ്രസൻ്റെ മുറ്റത്ത് ഞാൻ പരിസ്ഥിതി ദിനം വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികളൊക്കെ കൂട്ടിയിട്ട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കും. പക്ഷേ പിന്നെ അത് ശ്രദ്ധിക്കൂല. അത് പിന്നെ പശുവോ മറ്റൊക്കെ തിന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണങ്ങിയിട്ട് കയറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത് പോവും. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിന് 33,313 പിന്നെ ആളുകൾ അവരുടെ നിർദ്ദേശം, അവർക്കുള്ള നിർദ്ദേശം, അവരുടെ ടാസ്ക് എന്തായിരുന്നു? നിങ്ങളൊരു മരം വെച്ച് പിടിപ്പിക്കണം എന്നായിരുന്നു. ധാരാളം ടാസ്കുകൾ ഉണ്ടായിരുന്നു. 5 ടാസ്ക് ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു കിറ്റ് നൽകുക, ഒരു രോഗിയെ സന്ദർശിക്കുക. അതിൽപ്പെട്ടൊരു ടാസ്ക്കാണ് ഒരു മരം നട്ടുപിടിപ്പിക്കുക. അപ്പം 33,313 ആളുകളെല്ലാവരും മരം നട്ടുപിടിപ്പിച്ചാൽ ശരിക്കതിനെ നല്ല വിത്ത് നോക്കി, നല്ല മരം നോക്കി അത് വിതച്ച് നല്ല വളം ചേർത്ത് കൊടുത്ത് വെള്ളമൊഴിച്ച് കൊടുത്താൽ അതിൻ്റെ ഫലം നമുക്കോ സമൂഹത്തിനോ അല്ലെങ്കിൽ പക്ഷികൾക്കോ അതിൻ്റെ ഫലം കിട്ടും. ആർക്കും തർക്കമില്ല. ഈ 4 കാര്യങ്ങൾ ചെയ്തെങ്കിലേ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, നല്ല വിത്ത്, അത് വിതക്കുക, അതിന് വളം ചേർത്ത് കൊടുക്കുക, വെള്ളമൊഴിച്ച് കൊടുക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് അതിൽ നിന്ന് നല്ല വിളവെടുക്കാൻ സാധിക്കും. ഇതേപോലെയാണ് ഏതൊരു ഇബാദത്തും. നിസ്കാരമായിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, ഏതും, തറാബി ഏതും. നല്ല നിയ്യത്ത്, അതാണ് വിത്ത്. നല്ല നിയ്യത്ത്, അതാണ് വിത്ത്. ആ നിയ്യത്തോടുകൂടി ഒരു അമല് ചെയ്തു, അഥവാ വിതച്ചു, ഇബാദത്ത് ചെയ്തു. രണ്ടാമത്തെ കാര്യം നിയ്യത്ത്, ഇബാദത്ത്. ആ ഇബാദത്തിന് വളം ചേർത്ത് കൊടുക്കണം. അതാണ് സുന്നത്തുകൾ. സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ പലപ്പോഴും നമ്മൾ നിസ്കാരം ഒരു കേവലം, പ്രത്യേകിച്ച് സഹോദരിമാരുടെ നിസ്കാരം,
ഞാൻ അവർ കുറ്റപ്പെടുത്തി പറയല്ല, ഇവിടുത്തെ സഹോദരിമാരെ കുറിച്ചല്ല പറയണത്. കേവലം ഒരു ഫർദ് കൊണ്ട് മാത്രം മതിയാക്കുന്നവരുണ്ട്, സുന്നത്തുകളൊന്നും എടുക്കൂല. ഏതുപോലെ നല്ല വിത്ത് കണ്ടെത്തി വിതച്ചു, പക്ഷേ അതിന് വളം ചേർത്തുക എന്ന സുന്നത്തായ കർമ്മങ്ങൾ കൂടെ ചെയ്യണം. സുന്നത്തായ കർമ്മങ്ങൾ എത്രത്തോളം അതിനുണ്ടോ അതൊക്കെ ചെയ്യണം. അതോടൊപ്പം വളം, പക്ഷേ എന്നും വെള്ളമൊഴിച്ചു കൊടുക്കണം. ആ കർമ്മം എന്നും സ്ഥിരമായി ചെയ്യണം. അഫ്ദുൽ അമാലി അദ്വമുഹ, അമലുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ റമദാൻ 1, 2 നല്ല ആളുകളായിരുന്നു പള്ളിയിൽ. ഉമ്മമാർക്കും സഹോദരന്മാർക്കും വലിയ ആവേശത്തോടു കൂടിയാണ് റമദാൻ സ്വീകരിച്ചത്. പക്ഷേ നമ്മളൊന്ന് ബാക്കോട്ട് വന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ടൊക്കെ പറയുന്നത് ഞാനടക്കം പറയണത് ഒക്കെ ഒന്ന് ബാക്കോട്ട് പോകുന്നു. നമ്മൾ താഴോട്ട് പോകുന്നു. അമലുകളിലും ജമാഅത്ത് നിസ്കാരങ്ങളിലും ഒക്കെയുള്ള കൃത്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവേശപ്പത്ത് എന്നൊരു 10 തന്നെ പലരും പറയാറുണ്ട്. ആവേശപ്പത്ത്, സത്യം റഹമത്തിൻ്റെ 10ആണ് ഈ 10. പക്ഷേ ഒരു ആവേശപ്പത്തായിട്ടാണ് ഈ 10നെ പലരും കാണുന്നത്. പള്ളിയിൽ നിറഞ്ഞ് സ്ഥിരമായി വരുന്നവർക്ക് ഒരു സ്ഥലം കിട്ടാത്ത രൂപത്തിൽ എല്ലാവരും കൂടി വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ആരും കുറ്റപ്പെടുത്തുന്നു വേണ്ട. അള്ളാഹിൻ്റെ പക്കൽ ആരാണ് സ്വീകരിക്കാമെന്ന് പറയാൻ പറ്റൂല. നമുക്ക് അഹങ്കാരമൊന്നും വേണ്ട. ഓന് 10 ദിവസം വന്ന് പിന്നെ അവൻ പോയി. ഞാൻ 30 ദിവസം നോമ്പോറ്റ ആളാണ്, 30 ദിവസം തറാവീഹ് നിസ്കരിച്ച ആളാണെന്നുള്ള ആ കിബറുണ്ടായാൽ തന്നെ കഴിഞ്ഞ് നമ്മളതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരും കളിയാക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു അമലിൻ്റെയും പരമമായ ആനന്ദമുണ്ടാകണമെങ്കിൽ നിയ്യത്ത് വേണം. ആ അമല് ചെയ്യണം, അമലിൻ്റെ സുന്നത്തുകൾ നിർവഹിക്കണം, ആ ചെയ്യുന്ന അമല് സ്ഥിരമായി ചെയ്യണം. ഈ 4 കാര്യങ്ങളും ഒരു മനുഷ്യനുണ്ടായാൽ അവർക്ക് പരമമായ ആനന്ദം, സ്വർഗം, അതല്ലെങ്കിൽ സ്വർഗം പോലും മറന്നു പോകുന്ന റബ്ബിൻ്റെ ലിഖാ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെന്നും തറാവീഹ് നിസ്കരിക്കാൻ വരികയാണ്. തറാവീഹിനെ കുറിച്ച് പഠിപ്പിച്ചു, മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ, കൂലി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ. ഇതിനർത്ഥം മറ്റുള്ളവരെ കാണിക്കാനോ, ഞാനൊരു നിസ്കാരക്കാരനാണെന്നോ, ഞാൻ കൃത്യമായി തറാവീഹ് നിസ്കരിക്കുന്ന ആളാണെന്നോ, ഞാൻ കുറേ ഖുർആൻ ഓതുന്നവരാണെന്നോ, അല്ലെങ്കിൽ കുറേ ഞാൻ ദിക്ർ ചൊല്ലുന്നവരാണെന്നോ എന്ന ബോധ്യത്തിന് വേണ്ടി ആരെങ്കിലും അമല് ചെയ്താൽ, ഇഖ്ലാസില്ലാതെ അമല് ചെയ്താൽ നഷ്ടപ്പെട്ടു പോയി. നിയ്യത്തില്ല, നല്ല വിത്തായിട്ടില്ല, വിത്ത് മാറിപ്പോയി. നമ്മൾ അമൽ ഓരോരുത്തരും സ്വയം ഒന്ന്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, എന്നടക്കം ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ കൃത്യമായ നിയ്യത്ത്, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു റിയാവ് പോലും, ഒരു ലോകമാന്യം പോലും വരാതെ, മരുമകൾ കുറെ കാണട്ടെ എന്ന് മനസ്സിലാക്കി ഉമ്മ കുറെ ഖുർആൻ ഓതുന്നുണ്ട്, നിയ്യത്ത് ശരിയായിട്ടില്ല. ഖൽബിനോട് നമ്മൾ എപ്പോഴും പറയണം, റബ്ബേ എനിക്കങ്ങനത്തെ റിയാവ് തരല്ല, ലോകമാന്യം തരല്ല. കൃത്യമായി മറ്റൊരു ചിന്തയുമില്ലാതെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും, ഒരാൾ സ്വതക്ക കൊടുക്കുക, ഒരാൾ ഒരു പാവപ്പെട്ടവനെ കണ്ട് സ്വതക്ക കൊടുക്കുക, ആ കൊടുക്കുന്ന സമയത്തും റബ്ബേ എൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാനിത് നൽകുന്നത് എന്ന ചിന്ത നല്ല നിയ്യത്താണെങ്കിൽ ഓക്കെയാണ്. അതല്ല ഞാനിത് കൊടുക്കുന്ന ആളാണ് എന്ന ചിന്ത എങ്ങാനും അറിയാതെ കണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വന്നാൽ നിഷ്ഫലമായി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലിയ പേടിയാണ്. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പോലും എല്ലാം പേടിക്കപ്പെടണം. അതുകൊണ്ടാണ് മഹത്തുക്കളായ മഹാന്മാർ റമദാനങ്ങ് കഴിഞ്ഞാൽ 6 മാസക്കാലത്തോളം അയ്യതഖബ്ബലല്ലാഹു മിന്നി, അല്ലാഹുവേ എന്നിൽ നിന്ന് റമദാൻ ഒന്ന് സ്വീകരിക്കണേ എന്ന് ദുആർക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? ഇങ്ങനെ ഓരോ ചിന്തകൾ അറിയാതെ വന്ന് നമ്മളെ അമലുകളെ മുഴുവനും കാർന്ന് തിന്നുന്ന റിയാ പോലെയുള്ള അപകടകരമായ കാര്യങ്ങൾ വന്ന് നശിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാർ, ഉപ്പമാർ, ചെയ്യുന്ന അമല് കൃത്യമായി നിർവഹിക്കുക, നല്ല നിയ്യത്തോടുകൂടി നിർവഹിക്കുക. പ്രത്യേകിച്ച് ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ കൂടെയുള്ള സുന്നത്തുകളൊക്കെ നിർവഹിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് 5 വഖ്ത് നിസ്കാരത്തിൻ്റെ കൂടെയുള്ള റവാത്തിബുകളൊക്കെ. പലപ്പോഴും പള്ളിയിലൊക്കെ ചിലപ്പോൾ തറാവീഹിൽ നല്ല ആളുകളുണ്ടാകും,
എന്നാൽ അവർ ജമാഅത്ത് നിസ്കാരത്തിനിപ്പം കാര്യമായിട്ട് എത്തിയിട്ടുണ്ടാവില്ല. ഇനി ആ ഇശാസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇശാന് ശേഷമുള്ള റവാത്തിബ് അവർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. സത്യത്തിൽ അവർക്കൊന്നും അറിയില്ല. ഇവിടെയാണ് യാ എന്ന ബോധം, ഓ മനുഷ്യ, ഓ ആ വിളി ഉണ്ടല്ലോ, ഒരാൾ വിളിക്കും, നമ്മളൊരാളിങ്ങനെ പോണ സമയത്ത് അറിയില്ല, ഒരു വിളിയില്ലേ, ആ വിളിയാണ് നമ്മളെ ഹൃത്തടങ്ങളുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പലർക്കും അതാണ്. ഇശായിന് ശേഷമുള്ള റവാത്തിബിനാണ് തറാവീഹിനേക്കാളും പുണ്യം. ഞാൻ തറാവീഹിനെ കൊച്ചാക്കി കാണിക്കൊന്നുമല്ലട്ടാ. തറാവീഹിൻ്റെ മഹത്വം അത് വലുതാണ്. അതോടൊപ്പം തറാവീഹിനേക്കാളും പുണ്യം റവാത്തിബിനുണ്ട്. ആ ബോധം നമുക്കില്ല, പലർക്കും ഇല്ല. ഇശാഇൻ്റെ മുമ്പുള്ള റവാത്തിബുണ്ട്, ശേഷമുള്ള റവാത്തിബുണ്ട്. പലരും റവാത്തിബ് നിസ്കരിക്കാതാവും, തറാവി നിസ്കരിക്കണ്ടെന്ന് നിസ്കരിക്കണം. തറാവി നഷ്ടപ്പെടുത്തി റവാത്തിബ് നഷ്ടപ്പെടുത്തി കളയരുത്. അവസ്ഥാതെ പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞു, ജമാഅത്തൊക്കെ കഴിഞ്ഞു, ഇതായിരുന്നു ഇല്ല, തറാവി തുടങ്ങുകയാണ്. അപ്പോൾ റവാത്തിബിന് എന്നാൽ തറാവി മുടങ്ങിപ്പോകൂലേ? അപ്പം എന്ത് ചെയ്യണം? ആ റവാത്തിബ് പിന്നെ നിസ്കരിച്ചാലും മതി. സുബി വരെ ടൈമുണ്ടല്ല. ഏതൊരു നിസ്കാരത്തിൻ്റെയും റവാത്തിബ് ആ നിസ്കാരം ഖള ആകുന്നത് വരെ സമയമുണ്ട്. ഇപ്പം മഗ്‌രിബിന് മുമ്പ് നമുക്ക് റവാത്തിബ് നിസ്കരിക്കാൻ പറ്റിയില്ല. മഗ്‌രിബിന് മുമ്പ് 2 റക്അത്ത് ഉണ്ടല്ല. നോമ്പ് തുറന്ന് പള്ളിക്കെത്തിയപ്പോത്തിന് നിസ്കാരം തുടങ്ങിയിരിക്കണം. മഗ്‌രിബിന് മുമ്പ് 2 റക്അത്ത് റവാത്തിബുണ്ട്. ആ റവാത്തിബ് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ഇശാ വരെ അതിന് ടൈമുണ്ട്. മഗ്‌രിബിന് ശേഷമുള്ള 2 റവാത്തിബ് അതുണ്ട്. അൽഹംദുലില്ലാ, അവ്വാബി നിസ്കാരം എന്ന നിസ്കാരം അതുണ്ട്. അവ്വാബി നിസ്കാരം 12 വർഷത്തെ അമലുകൾ ചെയ്ത പ്രതിഫലം കിട്ടും. അവ്വാബി നിസ്കാരം എന്ന നിസ്കാരം നിർവഹിച്ചാൽ, സ്ഥിരമായി നിർവഹിക്കുകയാണെങ്കിൽ 50 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന നിസ്കാരമാണ്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 20 റക്അത്താണ്. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. പറ്റുമെങ്കിൽ, ഞാൻ നിങ്ങളോട് ആരും കീർത്തിക്കുകയല്ല, പറ്റുമെങ്കിൽ 2 റക്അത്ത് അവ്വാബീൻ സുന്നത്ത് നിസ്കാരം. അവ്വാബീൻ സാധാരണ നിസ്കരിക്കുമ്പോൾ തന്നെ വജഹത്തും ഫാത്തിഹയൊക്കെ ഓതി സാധാരണ നിസ്കരിക്കുമ്പോൾ തന്നെ നിസ്കരിക്കുക, അത്ര മതി. 20 റക്അത്ത് നിസ്കരിക്കാൻ, തറാവിയൊന്നുമല്ല, 20 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും 2 റക്അത്ത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ സംസാരങ്ങളിലും മറ്റൊന്നും മുഴുകും മുമ്പ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ മഗ്‌രിബിന് ശേഷമുള്ള റവാത്തിബ്, മഗ്‌രിബിന് മുമ്പുള്ള റവാത്തിബ് നിസ്കരിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് അവ്വാബിൻ, ഖേദിച്ച് മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം എന്നാണ് അതിൻ്റെ പേര്. അതുകൊണ്ട് നേട്ടം എന്താണ്? 12 വർഷം അമൽ ചെയ്ത പ്രതിഫലം അവനക്ക് കിട്ടുകയാണ് അവ്വാബി നിസ്കാരം. അത് സ്ഥിരമായി നിർവഹിക്കുകയാണെങ്കിലോ 50 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന നിസ്കാരമാണ്. അള്ളാഹു തൗഫീഖിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കരിക്കുന്ന പലരും ഉണ്ടായിരിക്കാം ഇത് കൂട്ടത്തിൽ. ആർക്കും നിസ്കരിക്കാത്തവർ നിസ്കരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഫർളായ പ്രവൃത്തികളുടെ വളം ചേർത്ത് കൊടുക്കലാണ് സുന്നത്തായ കർമ്മങ്ങൾ. ഫർളുകൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബുകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. അതുകൊണ്ടല്ലേ കാര്യമുള്ളൂ. റമദാൻ ഞങ്ങൾക്ക് എത്തിക്കണേ എന്നിങ്ങനെ ദോർന്ന് റമദാൻ നമുക്ക് എത്തിയിട്ട് നമുക്ക് എന്തുണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബുകൾ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ പള്ളിയിൽ ളുഹ്ർ ബാങ്ക് കൊടുത്ത്, അപ്പോൾ ളുഹ്റിന് മുമ്പുള്ള ളുഹ്ർ ബാങ്ക് കൊടുത്ത് നമ്മളൊക്കെ പള്ളിക്ക് ഒതുണ്ടാക്കി കയറി, ഉസ്താദിന് അവിടെ 4 റക്അത്ത് നിസ്കരിച്ച് നമ്മൾ 2 റക്അത്ത് മതിയാക്കരുത്, നമ്മളും നിസ്കരിക്കണം 4 റക്അത്ത്. ളുഹ്റിന് മുമ്പ് റക്അത്തുണ്ട്, ളുഹ്റിന് ശേഷം 4 ഉണ്ട്, അസറിന് മുമ്പ് 4 ഉണ്ട്. അസറിന് മുമ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അസറിന് ശേഷവും പറ്റും. അസറിന് ശേഷം റവാത്തിബില്ല. മഗ്‌രിബിന് മുമ്പ് 2 ഉണ്ട്, ശേഷം 2 ഉണ്ട്, മുമ്പ് 2 ഉണ്ട്, ഇശാന് ശേഷം 2 ഉണ്ട്. ആലോചിച്ച് നോക്കണം, നമുക്ക് എത്രയോ അമലുകൾ എത്ര കിട്ടണമെന്നറിയോ ഇതിനൊക്കെ പ്രതിഫലങ്ങൾ. മൻ ഹാഫള അലൈഹാ, ആരെങ്കിലും റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെങ്ങാനും സശ്രദ്ധം സൂക്ഷിച്ച് നിസ്കരിച്ചാൽ ബനല്ലാഹു ബൈതൻ ഫിൽ ജന്നാ, അവൻക്ക് അല്ലാഹു സ്വർഗത്തിൽ പ്രത്യേകം വീട് പണിതിട്ടുണ്ട്, വീട് പണിയപ്പെട്ടിരിക്കുന്നു. അവർക്ക് പ്രത്യേകം വീടുണ്ട്. ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് വീടുകൾ കണ്ടപ്പോൾ ചോദിച്ചു, ഈ വീട് ആർക്കാണ്?
അപ്പോൾ പറഞ്ഞു റവാത്തിബ് കൃത്യമായി നിർവഹിച്ച ആളുകൾക്കുള്ള വീടാണിത് എന്ന്. ആലോചിച്ചോക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റവാത്തിബിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള റവാത്തിബ് ഏതെന്ന് ആർക്കും അറിയോ? റവാത്തിബിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള റവാത്തിബ് ഏതാണെന്നറിയോ? സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബാണ്. 22 റക്അത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള റവാത്തിബ് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ്. റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ഈ ദുനിയാവും അതിലുള്ള സർവസ്വവും ഒരാൾക്ക് സമ്മാനമായി നമ്മൾ ആചരിക്കേണ്ട കൊടുത്ത് നിങ്ങൾക്ക് അതിനേക്കാളും ഉത്തമം സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബാണ്. സുബഹിക്ക് പള്ളിക്കെത്തിയപ്പോതിന് ജമാഅത്ത് തുടങ്ങിക്കണമെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷവും ആ 2 റക്അത്ത് നിസ്കരിക്കുക. ഖളാ ആയിട്ടില്ല. സൂര്യ ഉദിക്കുന്നത് വരെ നിസ്കരിക്കുക. സൂര്യ ഉദിക്കുമ്പോഴാണ് സുബഹി ഖളാ ആവുക. അപ്പോഴാണ് റവാത്തിബും ഖളാ ആവുക. ഇനി അത് ഖളാ ആയി. ഉദാഹരണത്തിന് ളുഹൂറിന് മുമ്പ് ഉസ്താദ് യാത്ര കാരണം കൊണ്ട് എനിക്ക് റവാത്തിബ് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ളുഹൂറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ കൂടെ കരുതി നിസ്കരിച്ചോളൂ. എന്നിട്ട് പ്രതിഫലം കിട്ടും. ഇപ്പം ഇന്ന് ആ സുബഹിൻ്റെ മുമ്പ് ഉദാഹരണം പറയാ, സുബഹിന് മുമ്പ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അപ്പം ഇന്നലെ എനിക്ക് ളുഹൂറിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാനേ പറ്റിയിട്ടുള്ളൂ. 2 റക്അത്ത് നഷ്ടപ്പെട്ടു പോയിക്കണമെങ്കിൽ ളുഹൂറിന് മുമ്പുള്ള റവാത്തിബ് ഇന്നലെ നഷ്ടപ്പെട്ടു പോയത് ഖളായി പോയ ളുഹൂറിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്തും തഹജ്ജുദ് സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു നിയ്യത്ത് വെച്ച് കൈകെട്ടി വജ്ജഹത്തും ഫാത്തിഹയും സൂറത്തും ഓതി 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ റവാത്തിബും വീടി തഹജ്ജുദും നമുക്ക് കിട്ടി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്രയ്ക്ക് മഹത്വമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സഹോദരന്മാർ പള്ളിയിൽ പോകുന്ന ആളുകളാണല്ലോ. നമ്മൾ പള്ളിയിൽ ഒന്നുണ്ടാക്കി ഇങ്ങനെ പോകുന്ന സമയത്ത് അൽഹംദുലില്ലാ റാഹത്തുള്ള പള്ളി, എന്തിനും സൗകര്യമുള്ള പള്ളി. ഞാൻ ഒരു 9:45 പള്ളിയിൽ എത്തിക്കണം. നല്ല റാഹത്തുള്ള മൂത്രപ്പേരി കാര്യം പള്ളിയും പരിസരമൊക്കെ നല്ല റാഹത്തുള്ള. അള്ളാഹു അതിൻ്റെയൊക്കെ ഭാരവാഹികൾക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മരക്കാർ ഉസ്താദിനെയാണ് എനിക്ക് ഓർമ്മയിൽ വന്നത്. അള്ളാഹു ഉസ്താദിൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പള്ളിയിലേക്ക് ഒന്നുണ്ടാക്കി കയറുകയാണ്. പള്ളിയോട് ചില കടപ്പാടുകളുണ്ട്. പള്ളിയിൽ ഒന്നുണ്ടാക്കി കയറുമ്പോൾ പിന്നെ ളുഹൂറിനെന്ന് വിചാരിച്ചോളി, ളുഹൂർ ബാങ്ക് കൊടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് വരികയാണ്. ഇനി അതല്ല, ദുഹാ നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്. ഒരാൾ ഒന്നുണ്ടാക്കി പള്ളിയിലേക്ക് കയറി. അവിടെ 3 നിസ്കാരം ഉണ്ട്. അവിടെ ഒന്ന് പള്ളിയിൽ കയറിയതിൻ്റെ തഹിയ്യത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. രണ്ടാമത്തത് ഉദൂഇൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. മൂന്നാമത്തത് ദുഹാ നിസ്കാരം. ദുഹാ നിസ്കാരത്തിനാണ് അവിടെ കയറി വരുന്നത്. സഹോദരിമാരോടും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ദുഹാ നിസ്കരിച്ച് വന്ന ആളുകളായിരിക്കാം. നിങ്ങൾ ഒന്നുണ്ടാക്കി മുസ്വല്ലയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് 2 നിസ്കാരമുണ്ട്. ഒന്ന് ഉദൂഇൻ്റെ 2 റക്അത്ത് സുന്നത്ത്, രണ്ടാമത്തത് ദുഹാൻ്റെ 2 റക്അത്ത് സുന്നത്ത്. ദുഹ 12 ഉണ്ട്, അതിലെങ്കിൽ 8 ഉണ്ട്. ചുരുങ്ങി 2 റക്അത്ത് കൂട്ട്. നമുക്ക് 2 റക്അത്ത് ദുഹയുണ്ട്, 2 റക്അത്ത് ഉദൂഇൻ്റെ സുന്നത്തുണ്ട്. ഉസ്താദെ 2 കൂടി നിസ്കരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കൂല എങ്കിൽ ഒരു പ്രയാസവും ഇല്ല. 2 റക്അത്ത് ഉദൂഇൻ്റെ സുന്നത്തും 2 ദുഹാ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് 2ൻ്റെ കൂടി നിയ്യത്ത് വെച്ച് നിസ്കരിച്ചാൽ ഒരു വടിക്ക് 2 പക്ഷി. എന്നാൽ പള്ളിയിൽ കയറിയ ആൾക്ക് എന്തുണ്ടെന്ന് അറിയോ? ഒരു വടിക്ക് എത്ര പക്ഷിയുണ്ട്? അജരെ 3 പക്ഷി. 3 പക്ഷി ആണ്. ഉമ്മമാർ പള്ളിക്കല്ലല്ലേ പോയത്, ഉമ്മമാർ വീട്ടിലേക്കല്ലേ. നമ്മൾ പള്ളിക്കാണ് ദുഹാ നിസ്കരിക്കാൻ പോയത്. ദുഹാ നിസ്കാരം പള്ളിയിൽ വെച്ച് ആവൽ പ്രത്യേകം സുന്നത്തുണ്ട് പുരുഷന്മാർക്ക്. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സുന്നത്തുകളൊക്കെ വീട്ടിൽ വെച്ചാണ് നിസ്കരിച്ചതെങ്കിൽ ദുഹാ നിസ്കാരം പള്ളിയിൽ വെച്ചാണ് നിസ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പള്ളിയിൽ ആവൽ പ്രത്യേകം കൂടി സുന്നത്തുണ്ട്. ആ പള്ളിയിൽ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി വന്ന ഒരു ആജി ഒതുണ്ടാക്കി വരികയാണെന്ന് വിചാരിച്ചോളി, 2 റക്അത്ത് നിസ്കരിക്കാനേ സമയമുള്ളൂ എങ്കിൽ ആ കയറി വന്ന ആ ഹാജി എന്ത് ചെയ്യണം? 2 റക്അത്ത് തഹിയ്യത്ത് സുന്നത്തും 2 റക്അത്ത് ഉദൂഇൻ്റെ സുന്നത്തും 2 റക്അത്ത് ദുഹാൻ്റെ സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഒറ്റ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ആ 2 റക്അത്ത് കൊണ്ട് ഈ 3ൻ്റെയും പ്രതിഫലം അവർക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് നിങ്ങൾ ളുഹൂറിന് വരുമ്പോൾ ആണെങ്കിലും ശരി, ഇനി മഗ്‌രിബിന് നിങ്ങൾ വീട്ടിൽ നിന്ന് നോമ്പ് വരുന്ന നേരെ മഗ്‌രിബ് നിസ്കരിക്കാൻ വരികയെന്ന് വിചാരിച്ചോളി. മഗ്‌രിബ് നിസ്കാരം തുടങ്ങിയിരിക്കുന്നു, ഒരു പ്രയാസമില്ല. അവൻ ഒതുണ്ടാക്കി വരികയാണെങ്കിൽ ഉദൂഇൻ്റെ 2 റക്അത്ത് സുന്നത്തും തഹിയ്യത്ത് സുന്നത്തും മഗ്‌രിബ് എന്ന ഫർദ് നിസ്കാരം ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി ഇമാമോട് കൂടി നിസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ എന്ന് മഗ്‌രിബ് നിസ്കരിച്ചാൽ ആ മഗ്‌രിബിൻ്റെ കൂടെ ഉദൂഇൻ്റെ 2 റക്അത്ത് ഉദൂഇൻ്റെ 2 റക്അത്തിൻ്റെ സുന്നത്തിൻ്റെ കൂലിയും കിട്ടി,
തഹിയ്യത്തിൻ്റെ കൂലിയും കിട്ടി, ഒരു പ്രയാസമില്ല. കിട്ടിയില്ലേ? എന്നാൽ റവാത്തിബും ഫർളും കൂടി കൂട്ടിസ്കരിക്കാൻ പറ്റൂല കേട്ടോ, അത് ആദ്യം പറയാണ്. റവാത്തിബില്ലേ, മഗ്‌രിബിന് മുമ്പുള്ള റവാത്തിബ്, അതും ഫർളും കൂടി കൂട്ടിസ്കരിക്കാൻ പറ്റൂല. അതേസമയം പള്ളിയിൽ കയറിയതിൻ്റെ തഹിയ്യത്ത് സുന്നത്തും ഒദുവിൻ്റെ സുന്നത്തും കൂടി മഗ്‌രിബിൻ്റെ കൂടെ നിസ്കരിക്കുക, അല്ലെങ്കിൽ അതെങ്കിലും റവാത്തിബിൻ്റെയും കൂടെ ഒക്കെ നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെയെങ്കിലും റുകൂകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് ലുഹാൻസ്കാരൊക്കെ വലിയ മഹത്വമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, ഫിൽ ഇൻസാനി സലാസുമിയത്തിൻ വസിത്തൂന മഫ്സുല. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഒരു മനുഷ്യനിൽ 360 കണുപ്പുകളുണ്ട്. 360 കണുപ്പുകൾ. എങ്കിൽ ഫഅലൈഹി അൻ യതസദ്ദഖ അൻ കുല്ലി മഫ്സിലിൻ മിൻഹു. ഓരോ കണുപ്പുകൾക്കും ഓ മനുഷ്യ നീ ദാനധർമ്മം ചെയ്യണം കേട്ടോ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 കണുപ്പുകളുണ്ട്, ജോയിന്റുകൾ. ഓരോ ജോയിന്റുകൾക്കും നിങ്ങൾ സ്വതക്ക ചെയ്യണം, ദാനം ചെയ്യണം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ ഖാലൂ, സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമൻ യുതീഖു ദാലിക യാ നബിയല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലേ, ആർക്കാണ് 360 കണുപ്പുകൾക്ക് 360 ജോയിന്റുകൾക്ക് ആർക്കാണ് ദാനധർമ്മം ചെയ്യാൻ സാധിക്കുക നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, അന്നഖാതു ഫിൽ മസ്ജിദി തദ്ഫനുഹാ. ഓ മനുഷ്യ, നിന്റെ ശരീരത്തിലുള്ള 360 കണുപ്പുകൾ, ജോയിന്റുകൾ, ആ ജോയിന്റുകൾക്ക് പകരം ഓരോ ജോയിന്റുകൾക്കും നിനക്ക് ദാനധർമ്മം ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഓ മനുഷ്യ, നീ പള്ളിയിൽ കിടക്കുന്ന മോശമായ വസ്തുക്കള്, വല്ല നജസ്സുകള്, വല്ല കഫങ്ങള്, വല്ലതും നിന്റെ പള്ളിയിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയൽ അതിനുള്ള സ്വതക്കയാണ് കേട്ടോ. പള്ളിയിലൊരു കൊതുക് ചത്ത് കിടക്കുന്നത് കാണുകയാണെങ്കിൽ ആ കൊതുകിനെന്ന് പുറത്തേക്ക് ഇട്ടാൽ അവൻ്റെ ഒരു മഫ്സിനുള്ള സ്വതക്കയായി മാറിയത്. അവിടെ തണ്ണിമ്പീത്തിനി നമ്മൾ ക്ലീനിങ്ങിന് നമ്മൾ കാത്തുക്കണ്ട. ഒരു പല്ലിക്കാഷ്ടം കാണുകയാണെങ്കിൽ ആ പല്ലിക്കാഷ്ടം എടുത്തിട്ട് എന്ത് ചെയ്തെന്നറിയോ, നേരെ പുറത്ത് കൊണ്ടുപോയി ഇട്ടാൽ അവൻ്റെ 360 ജോയിൻ്റൊന്നും വേദന ആവൂല. എനിക്ക് അവിടെ വേദന, എനിക്ക് ഇവിടെ വേദന എന്ന് പറയണ്ടല്ലോ. ആ വേദനക്ക് കാരണം എന്താണെന്നറിയോ, ആ വേദനക്ക് പകരമായി അവൻ ദാനം ചെയ്തിട്ടില്ല. ദാനം പുറ പൈസ കൊടുക്കണ്ട കാണും, പൈസ അല്ല കാണും, പൈസ കൊടുക്കണ്ട. പള്ളിയിൽ കാണുന്ന എന്തെങ്കിലും പൊടിപടലങ്ങളോ അല്ലെങ്കിൽ വല്ല വസ്തുക്കളോ വല്ല പിന്നെ ദുഷിച്ചതോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് ഇടുക. സാധിക്കുമെങ്കിൽ നല്ല പരിപാടിയാണ്. ഇനി അതൊന്നും പറ്റിയില്ല, മോൻ വാ, അവിടെ നിൽക്കല്ലേ പൊന്ന് പോകണ്ട വാ, ഒരു മോൻ അവിടെ നിങ്ങൾ നോക്കിക്കുക. ഇനി അതൊന്നും സാധിക്കില്ല എങ്കിൽ പിന്നെ നമ്മളെ വഴികളിലൊക്കെ ഉള്ള കച്ചറകളൊക്കെ എന്ത് ചെയ്യുക, ഉദാഹരണത്തിന് ഇപ്പോൾ ആ കടലാസ് നീക്കിയിട്ടാൽ ഒരു ജോയിൻറ്റിനുള്ള സ്വതക്കയായി അത്. വഴികളിലും മറ്റൊക്കെ ഉള്ള പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ സദസ്സൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ മദ്രസക്ക് അടിച്ചു വാരിയുള്ള മഹത്വത്തിനെന്നറിയോ, നമ്മളവിടെയുള്ള മദ്രസ ആനപ്പടി, നടുലങ്ങാട് ആനപ്പടിയുള്ള മദ്രസ ആഴ്ചയിൽ സഹോദരിമാരാണ് വന്നിട്ട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി പോകല്. നല്ല ടൈലൊക്കെ ഇട്ടല്ല മദ്രസ. അല്ലെങ്കിൽ ഇവിടെ നല്ല മദ്രസ. മുമ്പ് ഇവിടെ പിന്നെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കലാമേള ഉണ്ടായപ്പോൾ ജഡ്ജിമെൻ്റായി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല സുന്ദരമായ മദ്രസ, നല്ല വിശാലമായ മദ്രസ, വലിയ പരിപാടി നടത്താൻ പറ്റിയ സ്റ്റേജും സൗകര്യങ്ങളൊക്കെ ഉള്ള മദ്രസ. അതിനൊക്കെ കാരണക്കാരായ ആളുകൾ ധാരാളം മരിച്ചു പോയവരുണ്ടാവും. അല്ലാഹുവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പം നമ്മുടെ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ മഹല്ലത്തിലും മറ്റ് മഹല്ലത്തുകളും ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ജീവിച്ചിരിപ്പുള്ള നമ്മുടെ ഉമറാക്കൾ, കാരണന്മാർ, പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റിക്ക് ഭാരവാഹികൾ, അവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്കൂ, വലിയ മഹത്വമുള്ള കാര്യമാണ് വഴികളിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കുക. ഒരു ഓല വീണെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കുപ്പിച്ചിൽ കിടക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ബൈക്കോട് ഇങ്ങാണ്ട് പോയി അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ ബൈക്ക് രക്ഷപ്പെടല്ലേ വേണ്ടത്, എൻ്റെ ബൈക്കും രക്ഷപ്പെടണം, ശേഷം വരുന്ന ആളുടെ ബൈക്കും എന്ത് ചെയ്യണം, രക്ഷപ്പെടണം. ആ ചില്ലെടുത്തിട്ട് അവിടെ മുപ്പരാളെ ബൈക്ക് അവിടെ നിർത്തിയാണ്ട് ഇറങ്ങിയാണ്ട് ആ കുപ്പിച്ചില്ലെടുത്താണ് മാറ്റിയിട്ടാലുണ്ടല്ല, അത് നമ്മുടെ ശരീരത്തിലെ 360 കണുപ്പുകൾക്കുള്ള ദാനമായി മാറും. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. അത് നിസ്സാരാണ്.
അതൊന്നും ഞാൻ ചെയ്യേണ്ട ആളല്ല, അതൊക്കെ അതിനൊക്കെ ചെയ്യാൻ ആൾക്കാർ വേറെണ്ടെന്ന് മനസ്സിലാക്കി പോകരുത്. അതൊക്കെ നമ്മൾ ചെയ്യണം. ഞാൻ ദർസ് പഠിക്കുന്ന കാലത്ത് ഒരു നല്ലൊരു മുതഅല്ലിമുണ്ടായിരുന്നു. ദർസിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ ആഴ്ചയും അവിടുത്തെ ബാത്റൂമും കക്കൂസൊക്കെ വൃത്തിയാക്കാൻ SBB, പിന്നെ ശുചിത്വ ബ്യൂറോ ഉണ്ടായിരുന്നു. SBB എന്ന് പറഞ്ഞിട്ട് സംഘടന. അതിനെ ശുചീകരിക്കാൻ, പള്ളിയും പരിസരങ്ങളും ബാത്റൂമൊക്കെ ശുചീകരിക്കാൻ 3 ബാച്ചാക്കി തിരിച്ചിരിക്കണം. ഈ ആഴ്ച ഈ ബാച്ചാണെങ്കിൽ അടുത്ത ആഴ്ച മറ്റേ ബാച്ച്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ബാച്ചിൽ പെട്ട ആളാവും. നമ്മളൊക്കെ രക്ഷപ്പെടാനാണ് നോക്കുക. എന്നാൽ നമ്മളെ കൂട്ടത്തിൽ ഒരു മുതഅല്ലിമ് അത് ഇന്ന ബാച്ച് നോക്കൂല, എല്ലാ പ്രാവശ്യത്തിനും മൂപ്പരുണ്ടാവും വൃത്തിയാക്കാൻ. അപ്പം എന്തിനോട് പറഞ്ഞത് അറിയോ? എൻ്റെ കിബറുണ്ട് പോട്ടെ, കക്കൂസൊക്കെ വൃത്തിയാക്കിയിട്ട് എൻ്റെ അഹങ്കാരമുണ്ട് പോട്ടെ, അതിന് വേണ്ടി എനിക്ക് ഇന്ന ബാച്ചൊന്നുമില്ല, ഞാൻ എല്ലാ ബാച്ചും വൃത്തിയാക്കുമ്പോഴും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. മൂപ്പരാൾ എല്ലാ ആഴ്ചയിലും വൃത്തിയാക്കാൻ ഉണ്ടാവും. മൂപ്പര് പറഞ്ഞെന്താ? എൻ്റെ കിബറുണ്ട് പോട്ടെ എന്ന്. നമുക്കൊക്കെ കിബറുണ്ടാവും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ കിബർ മറ്റൊക്കെ ഒന്നും വിചാരിക്കണ്ട. എന്തെങ്കിലുമൊക്കെ വഴികളിൽ വല്ലതുമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടാൽ നമ്മളെ കൈകാലുകൾക്കൊന്നും ഒരു വേദന ഉണ്ടാവില്ല. നമ്മളെ വല്യമാർക്കൊന്നും വേദന ഒന്നും ഉണ്ടാവില്ല. അത് മരോളെന്നെ വൃത്തിയാക്കട്ടെ എന്ന് മനസ്സിലാക്കണ്ട. വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ കാലുകൊണ്ട് കൈകൊണ്ട് ആയിട്ട് എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഫഇല്ലം തജിദ്, നിനക്ക് അതിനൊന്നും സാധ്യമായില്ല, അതിനൊന്നും അവസരം കിട്ടിയില്ലെങ്കിൽ ഫറകാത്തൻ ദുഹാ, അതൊന്നും നിനക്ക് സാധ്യമല്ലെങ്കിൽ 2 റക്അത്ത് ദുഹ തുജ്സിഉക, അത് നിനക്ക് മതിയായതാണ്. നിനക്ക് വഴിയോരങ്ങൾ തടസ്സങ്ങൾ നീക്കാൻ സാധിച്ചില്ല, പള്ളികൾ അഴുക്കുകളൊന്നും വൃത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ കിണപ്പുകൾക്ക് എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്? അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഫഇല്ലം തജിദ്, നിനക്കതിനൊന്നും സാധ്യമല്ലെങ്കിൽ ഫറകാത്തൻ ദുഹാ, ദുഹായുടെ 2 റക്അത്തിന് നിസ്കരിച്ചാൽ നിന്റെ ശരീരത്തിലെ 360 കിണപ്പുകൾക്കുമുള്ള ദാനമായി കേട്ടോ. 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് പ്രയാസമില്ല. അപ്പോൾ മറ്റേ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് 12 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ നേരെ പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത്, പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നുണ്ടാക്കിയിട്ട് 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ 360 കിണപ്പുകൾക്കുള്ള ദാനം നമ്മൾ ചെയ്തു. ഇതാണ് ഒരു വിശ്വാസിയുടെ റമദാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്കാം നിങ്ങൾ. നമ്മൾ വിത്തിറിപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ 3 നിസ്കരിക്കുന്നുണ്ട് അല്ലേ? വിത്തിറപ്പോൾ നിസ്കരിക്കണില്ലേ? അൽഹംദുലില്ലാ. ഞാൻ പറയില്ല, പുരുഷന്മാർക്കതൊന്നും അധികം നഷ്ടപ്പെട്ടു പോക്കില്ല. പ്രത്യേകിച്ച് ഇവിടെ ഈ കാരണന്മാരൊക്കെ, ഇവരൊക്കെ എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അള്ളാഹു അർശിൻ്റെ തണൽ കൊടുത്തത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വേതനവും ഒരു ശമ്പളം ഒന്നും വാങ്ങിക്കാതെ ഇവർ കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റും ഈ മറ്റാളുകൾ ദീനി ഖിദ്മ ചെയ്ത് ഒന്നും വാങ്ങണില്ല. അവർ ഒന്നും വാങ്ങാതെ, എന്നാലും ആക്ഷേപങ്ങൾ കുറേ കേൾക്കേണ്ടിയൊക്കെ വരും. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഇഖ്ലാസോടുകൂടി ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതിൻ്റെ മഹത്വം വലിയതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ വിത്തർ നിസ്കരിക്കുന്ന ആളുകളാണ്. അതേസമയം റമദാൻ അല്ലാത്ത സമയത്തും കൂടി നമ്മൾ വിത്തർ നിസ്കരിക്കണം. വിത്തർ നമ്മൾ 3 റക്അത്ത് നിസ്കരിക്കൽ, 11 റക്അത്ത് ഉണ്ട്, ബാക്കി 8 റക്അത്ത് ബാക്കിയുണ്ട് അവിടെ. ആ 8 റക്അത്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ, പിന്നെ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് ഏതായാലും അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കുകയാണ്. അത്താഴത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം വാത് പറയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരും അത്താഴത്തിന് എഴുന്നേൽക്കും അല്ലേ? അത്താഴത്തിന് എഴുന്നേൽക്കും. അത്താഴത്തിൻ്റെ ഭക്ഷണങ്ങളൊക്കെ വ്യത്യസ്ത ഭക്ഷണങ്ങളായിരിക്കുന്നു മാത്രം. ഒരു ഇറക്ക് വലവുപ്പ് ഷുർബത്തി മാഇൻ, ഒരു ഇറക്ക് വെള്ളം കൊണ്ടെങ്കിലും നീ അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കാതിരിക്കൽ അത് ജൂതന്മാരോട് അനുകൂലിക്കലാകും. അതുകൊണ്ട് അത്താഴം കഴിക്കണം, അവരോട് എതിരാകണം. വഖാലിഫുൽ യഹൂദ്, യഹൂദികൾ നിങ്ങൾ എതിരാവണം, നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴം ഒരു ഇറക്ക് വെള്ളം കൊണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. കുറേ അടിച്ച് കയറ്റണം നല്ല അർത്ഥത്തിനല്ല പറഞ്ഞത്. 3 ഈത്തപ്പഴം, കുറച്ച് വെള്ളം, അതിന് ചെറിയൊരു ഭക്ഷണം. നമ്മൾ പിന്നെ പകൽ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ പകലിലെ ഭക്ഷണം എല്ലാം കൂടി രാത്രി കഥാവ് വീട്ടുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. അപ്പോൾ നോമ്പിൻ്റെ ആ മഹത്വം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല വിശക്കുമ്പോൾ അള്ളാഹിനോട് പറയാം, കാണിച്ചരാടാ, മഗ്‌രിബുണ്ടാവട്ടെ ഞാൻ കാണിച്ചരാം, മഗ്‌രിബുണ്ടാവട്ടെ ഞാൻ കാണിച്ചരാം എന്ന രൂപത്തിലുള്ളൊരു വാശിയിലാവരുത് നമ്മളെ ഭക്ഷണം കഴിക്കലൊന്നും. പിന്നെ മോനെ ഒരു ആഴ്ചയിൽ 4 ദിവസം മുമ്പ് പള്ളിക്കലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ മുത്താലിം കുട്ടികൾക്ക് അവിടെ ഉസ്താദ് നോമ്പ് തുറ ഒരുക്കിക്കണം.
അപ്പോൾ ജ്യേഷ്ഠൻ്റെ മോനും പള്ളിയിൽ അവിടെ ദർസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇവനും പോയതാ. അപ്പോൾ ഇവനെയും വിളിച്ചു വരുത്തി. ഇവൻ നന്നായി നന്നായി തിന്ന് പിന്നെ സ്കരിക്കണം കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ പറ്റുന്ന നേരം അവസാനം ഫുള്ളും കൊണ്ട് ഛർദ്ദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മത്സരമാവരുത്, എല്ലാം കൂടി അടിച്ചു കയറുന്ന അവസ്ഥ ഉണ്ടാവരുത്. ചെറിയ ഭക്ഷണം. അപ്പോഴാണ് ഈ നോമ്പിൻ്റെ ഫലം നമുക്ക് ലഭിക്കുക. നമ്മളെ അസുഖങ്ങളൊക്കെ മാറും. അതുകൊണ്ട് ഉറപ്പാ. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നെന്താ, പിന്നെ അത്താഴത്തിന് ഏതായാലും നമ്മൾ എഴുന്നേൽക്കും. അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പതിവാക്കുക. ഏതായാലും നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുകയാണ്. അത്താഴത്തിന് എഴുന്നേറ്റ സമയത്ത് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ അവനക്ക് സാധിച്ചില്ലെങ്കിൽ അവൻ ഹതഭാഗ്യനാണ്, അവൻ ഭാഗ്യം കെട്ടവനാണ്. ഖുർആൻ നമ്മൾ പഠിപ്പിച്ചത് കാണാം, ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലി വഖതിഹാ ഖാഫിള റാഫിയത്തുൻ ഖാഫിലത്തുർ റാഫിയ. ആഖിറത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ഖാഫിലൻ, താഴ്ന്ന ആളുകൾ, നിന്ദ്യര്. റാഫിയത്തുൻ, നല്ല ഉയർന്ന ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ. 2 വിഭാഗം ആളുകൾ. റാഫിയത്തുൻ, ഉയർന്ന ആളുകൾ, വലിയ പവറുള്ളവർ. നമ്മുടെ നാട്ടിൽ ദുനിയാവിലെ പവറല്ല, ആഖിറത്തിലെ പവർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പവറാണ്. ആ പവറുള്ള ആളുകളുണ്ട്. അവർക്ക് പവർ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അവർ തഹജ്ജുദ് പതിവാക്കിയവരാണ്. തഹജ്ജുദ് പതിവാക്കിയവരാ. 2 റക്അത്ത് ഏതായാലും നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുകയാണ്. ആ സുബ്ഹി ബാങ്ക് കൊടുക്കും മുമ്പ് 2 റക്അത്ത് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിച്ചാൽ അവനേക്കാളും ഭാഗ്യവാൻ പിന്നെ ആരാണുള്ളത്? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് 3 റക്അത്ത് വിത്തർ കഴിഞ്ഞു. ഇനി 8 റക്അത്ത് ബാക്കിയില്ലേ? ഇല്ല ആജി, 8 റക്അത്ത് ബാക്കിയില്ലേ? 11-ന് 3 നമ്മൾ നിസ്കരിച്ചു. ഇനി 8 റക്അത്ത് ബാക്കിയുണ്ട്. ആ 8 റക്അത്തും ഈ 2 റക്അത്തായിട്ട് തഹജ്ജുദിൻ്റെയും വിത്തറിൻ്റെയും കൂടി നിയ്യത്ത് വെച്ച് നിസ്കരിച്ചാൽ എന്ത് കിട്ടി? വിത്തറും കിട്ടി. ഒരു 8 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 11 റക്അത്ത് വിത്തർ നിസ്കരിച്ച പ്രതിഫലവും കിട്ടി, തഹജ്ജുദിൻ്റെ കൂലിയും കിട്ടി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു തൗഫീഖാണ്. മഹാനായ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയാണ്, ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈലി, ഒരു മനുഷ്യനക്കാങ്ങാനും രാത്രി നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഫാലം അറിയണം അന്നക മഹ്റൂമുൻ വഖദ് കസുറത്ത് ഖതിഅതുക, അവൻ നിന്റെ പാപങ്ങൾ വർദ്ധിച്ചത് കാരണം നിനക്ക് നന്മകളൊക്കെ തടയപ്പെട്ടിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കിക്കോ. ഓ ഉമ്മ, നിങ്ങൾക്ക് രാത്രി 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്താക്കപ്പെട്ട താഴത്തിന് എഴുന്നേറ്റ നിങ്ങൾക്ക് ഒരു 2 റക്അത്ത് അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ തൗഫീക്കില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പാപങ്ങൾ കാരണം കൊണ്ട് നന്മ തടയപ്പെട്ടവരാണ് എന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആലോചിച്ചോക്കാണ്, മഹാനായ സ്വാലിഹ് തങ്ങൾക്ക്, ഹസൻ ഇബ്നു സ്വാലിഹ് തങ്ങൾക്ക് ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു, ഒരു അടിമ സ്ത്രീ. ആ അടിമ സ്ത്രീയെ ഒരാൾക്ക് വിറ്റു, ഒരു കുടുംബത്തിന് വിറ്റു. ആ അടിമ സ്ത്രീയാണ്. അടിമ സ്ത്രീയാണെങ്കിലും നല്ല സ്ത്രീയാ, കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്ത്രീയാണ് അടിമ സ്ത്രീ. അങ്ങനെ വിറ്റു. ആ കുടുംബത്തിൽ ജീവിക്കുകയാണ്. അർദ്ധരാത്രി ആയപ്പോൾ ആ അടിമ സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. വീട്ടുകാരെ വിളിച്ചുണർത്തിയപ്പോൾ വീട്ടുകാർ ചോദിച്ചു, അല്ല സുബഹിന്റെ സമയമായോ? അപ്പോൾ പറഞ്ഞു, സുബഹിന്റെ സമയമായിട്ടില്ല, പക്ഷെ തഹജ്ജുദിന്റെ സമയമായി. അവർ പറഞ്ഞു, ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാറില്ല, സുബഹി നിസ്കരിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ആ സഹോദരിയോട് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി സങ്കടത്തിൽ വിഷമത്തിൽ പറഞ്ഞു, ഖാലത്ത് യാ മൗലത്തി, ഓ യജമാനനെ, എന്നെ വിറ്റ യജമാനോട് പറയാണ്, യാ മൗലായ, എൻ്റെ യജമാനനെ, ബിഗ്തനി മിൻ ഖൗമിൻ ലാ യസ്വല്ലൂന ഇല്ല മക്തൂബ, ഫർദ് മാത്രം നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരു കുടുംബത്തിലേക്കാണോ എന്നെ നിങ്ങൾ വിറ്റത് എന്ന് പൊട്ടി കരയാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരിച്ചെടുക്കണം, നിങ്ങൾ എന്നെ തിരിച്ചു വാങ്ങണം. എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരു കുടുംബത്തിൽ, വീട്ടിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞ് ആ അടിമ സ്ത്രീ വിലപിച്ചു എന്ന് ഹദീസിൽ കാണാം. ആലോചിച്ച് നോക്കൂ, ആളടിമയാണ്, പക്ഷെ അള്ളാഹുവിൻ്റെ മക്കൾ റാഫിയാത്താണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾക്ക് എത്രയോ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്.
നമുക്ക് വേദനകളുണ്ട്, യാതനകളുണ്ട്, യാചനകളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം ഉള്ള നമുക്ക് അതിൽ നിന്നൊരു മുക്തി നേടാൻ നമുക്ക് നാം പ്രധാനമായി ചെയ്യേണ്ടത് 2 റക്അത്തെങ്കിലും നിങ്ങൾ സുബ്ഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കൂ. എന്തുകൊണ്ട്? ഇന്നലില്ലാഹി തആല ഈഹൻ തുസമ്മാ സ്വബീഹൽ മഖ്സൂനത തഹത്തൽ അർശ്. അർശിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇളം തെന്നൽ, ഒരു കാറ്റുണ്ട്, ഒരു സ്വബീഹത്തുണ്ട്. പേര് സ്വബീഹത്ത് എന്നാണ്. ഒരു കാറ്റുണ്ട്. കാറ്റ് അർശിന്റെ താഴ്ഭാഗത്താണ് അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ അർശിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട ആ കാറ്റുണ്ടല്ലോ, ആ തഹജ്ജുദിന്റെ സമയത്ത് അടിച്ചു വീശും. അതാ തഹബു ഇന്ദൽ അസ്ഹാരി, അത്തായ സമയത്ത് അടിച്ചു വീശുന്നു. ആ അടിച്ചു വീശുന്ന സമയത്ത് ഫയഹ്മിലു ദുആ വൽ അനീന, സങ്കടപ്പെടലുകളെയും പ്രാർത്ഥനകളും സങ്കടപ്പെടലുകളും അള്ളാഹുവിനോട് തേടുന്ന പൊറുക്കലിനെ തേടലുകളും ഒക്കെ കാറ്റ് ചുമന്ന് 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 കൊണ്ടുപോയി ഇലാ ഹളറത്തില്ലാ, അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് അതാ ചുമന്ന് കൊണ്ടുപോകുകയാണ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ രാത്രി തഹജ്ജുദ് സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഒന്ന് മനം പൊട്ടി അള്ളാഹുവിനോട് ദ്വാരക്കണം, തേങ്ങിക്കരയണം, നമ്മളൊന്ന് പ്രാർത്ഥിക്കണം, അള്ളാഹുവിന് പൊറുക്കലിനെ തേടണം. ആ സമയത്ത് അടിച്ച് വീശുന്ന, നമ്മളിപ്പോൾ കാറ്റൊന്നും കണ്ടില്ലെന്ന് വന്നേക്കാം, പക്ഷേ കാറ്റ് ആ സമയത്തുണ്ട്. ആ കാറ്റ്, ആ ഇളം തന്നെ സ്വബീഹത്ത് എന്ന പേരുള്ള ആ കാറ്റ് നമ്മളെ തേങ്ങിക്കരച്ചിലുകളും നമ്മുടെ ആപരാധികളും വേവലാദികളും പൊറുക്കലിനെ തേടലുകളൊക്കെ ചുമന്ന് ഇലാ ഹളറത്തിൽ അസീസിൽ ജബ്ബാർ, അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് അത് അടിച്ച് വീശുകയാണ്. അള്ളാഹു എന്ത് ചെയ്യും? അത്തരം ആളുകൾക്കൊക്കെ പുറത്തു കൊടുക്കുന്നു. അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിക്കുന്നു. അവരുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുന്നു. അവരെ സർവസ്വവും എല്ലാം അവർക്ക് വേണ്ടതൊക്കെ റബ്ബ് നൽകുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് നമുക്ക് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെ റുകൂകളും സുജൂദുകളും കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുക. അതോടൊപ്പം ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക. ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ്റെ മഹത്വം തന്നെ എന്താ? റമദാൻ എന്ന നിലക്കൊരു മഹത്വമില്ല, പക്ഷേ റമദാൻ എന്ന നിലക്ക് മഹത്വമുണ്ടായത് ഈ മാസത്തിൽ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ്. ഷഹ്റു റമദാൻ, ഓതി ആയത്തോതാം, ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട ഷഹ്റു റമദാൻ. അപ്പോൾ ഈ പവിത്രമാക്കപ്പെട്ട റമദാനിന് മഹത്വമുണ്ടായത് ഖുർആൻ ആയതുകൊണ്ടാണ്, ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, ഖുർആൻ്റെ അവസാനത്തെ 2 അക്ഷരം ഏതാണ്? അലിഫ് നൂന് അല്ലേ? ഖുർആൻ അലിഫ് നൂനല്ലേ? റമദാൻ്റെ അവസാനത്തെ 2 അക്ഷരം ഏതാ? അലിഫ് നൂന്. അതൊക്കെ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. റമദാനും ഖുർആനും ഇഹ്സാനും ഈമാനും. ഇഹ്സാന്റെ അവസാനത്തെ 2 അക്ഷരം അലിഫ് നൂന്, ഈമാന്റെ അവസാനത്തെ 2 അക്ഷരവും അലിഫ് നൂന്. ഇത് എൻ്റെ വക പറയല്ല, കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. റമദാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആൻ, റമദാനിൽ ഖുർആൻ ഉണ്ടാവണം. ഖുർആൻ ഓതാത്ത റമദാനാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഡ്രൈവറില്ലാത്ത വാഹനം പോലെയാ. ഖുർആൻ ഇല്ലാത്ത റമദാൻ. ഖുർആൻ ഓതണം, ധാരാളമായി നമ്മൾ ഖുർആൻ ഓതണം. എന്തുകൊണ്ട്? അവസാനത്തെ 2 അക്ഷരം ഉണ്ടല്ലോ, ഖുർആൻ എന്നതിൻ്റെ അവസാനത്തെ അലിഫും നൂനും. അലിഫ് അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. അള്ളാഹ് നമ്മളെ ഹൃദയങ്ങളിൽ വേണോ? റമദാനിൽ ഖുർആൻ ഉണ്ടാകണം. റമദാനിൽ ഖുർആൻ ഉണ്ടായാൽ ഇഹ്സാൻ ഉണ്ടാകും, ഇഹ്സാൻ ഉണ്ടായാൽ ഈമാൻ ഉണ്ടാകും. ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് തൗഫീഖ് കിട്ടും. അപ്പം വിശ്വാസി എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർക്കാണ് വിശ്വാസി എന്ന് പറയാം. ഒരു വിശ്വാസിയുടെ റമദാൻ ആകണമെങ്കിൽ ഖുർആൻ ഓതണം, ഖുർആൻ ഉണ്ടാകണം. കാരണം അല്ലാഹ്, ആ ജലാലത്തിൻ്റെ അലിഫ്, ആ അലിഫാണ് അവസാനത്തെ ഒരു അക്ഷരം. ആ അല്ലാഹ് ഉണ്ടായാൽ ആ നൂന്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മൂക്ക്, നമ്മുടെ മുഖം നോക്കുകയാണ് നിങ്ങൾ. നമ്മളെ മുഖത്തിലെ മൂക്ക് ഇത് അലിഫാ അല്ലേ? അലിഫ് നമ്മളൊക്കെ വാഹനത്തിലുണ്ടല്ലോ ഒരു അള്ളാഹ് എന്നുണ്ട ഒരു സാധനം ഇങ്ങനെ തൂക്കിയിടൂലേ അല്ലേ? ഒരു ചിഹ്നം തൂക്കിയിടൂലേ? എന്നതുപോലെ ചിഹ്നമാണ് നമ്മളെ മുഖം. അതുകൊണ്ടാണ് നമ്മളെ മുഖത്തിന് അഷ്റഫുൽ അള്ളാഹ്, നമ്മളെ മുഖത്ത് അള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ലാമുദ അങ്ങനെ 2 ലാമുണ്ട് ഇവിടെ.
തിരിച്ചും മറിച്ചും ഇരിച്ചു അലിഫു. ഇതാണ് അള്ളാഹ്. നമ്മുടെ മുഖത്ത് അള്ളാഹു എന്നതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെന്ത് ചെയ്യരുത്, ഒരാളുടെയും മുഖത്തടിക്കരുത്. കാരണം ജലാലത്തിൻ്റെ ഇസ്മുള്ള ആ അഷ്റഫുൽ ആള ആണ് മുഖം. ഏതുപോലെ ഏതൊരു മനുഷ്യനെയും അള്ളാഹ് പടച്ചിരിക്കുന്നത് മുഹമ്മദ് എന്ന രൂപത്തിലാണ്. ഒരു ചെറിയൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ എണ്ണ തേച്ച്, കുട്ടി വസ്ത്രമൊക്കെ ഊരി ആ കുഞ്ഞിനെ എണ്ണ തേച്ച് ഒന്ന് ചരിച്ച് കെടുത്തി നോക്കാണ്, അവിടെ മുഹമ്മദ് എന്ന് എഴുതിയതുപോലെ ഉണ്ടാവും. തല മീമ്, 2 കൈ ഹാ, അവനെ ചന്തിക്കട്ട് മീമ്, 2 കാല് ദാല്. ഒരു മനുഷ്യ രൂപത്തിലാണ് ഒരു മുഹമ്മദ് എന്ന ഒരു മനുഷ്യനെ അല്ലാഹു പടച്ചിട്ടുള്ളത്. ഒരു മനുഷ്യ രൂപത്തിൽ ഏതൊരു മനുഷ്യനെയും അല്ലാഹു പടച്ചിട്ടുള്ളത് മുഹമ്മദ് എന്ന രൂപത്തിൽ. മുഹമ്മദ് മീമ് തല, 2 കൈയോട് കൂടുതൽ ഈ ഉടലുണ്ടല്ല, 2 കയ്യും ഹാ, നമ്മൾ ചന്തിക്കട്ട് മീമ്, 2 കാല് ദാല്. അതിപ്പോൾ തമാശക്ക് പറയില്ലത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെയും മനുഷ്യരൂപത്തിൽ അള്ളാഹു നരകത്തിൽ ശിക്ഷിക്കൂലെന്ന. ഒരു മനുഷ്യനെയും മനുഷ്യക്കോലത്തിൽ അള്ളാഹു നരകത്തിൽ ശിക്ഷിക്കൂല. നരകത്തിൽ ഒരു മനുഷ്യനുണ്ടാവില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ മുഹമ്മദ് എന്ന പേര് പോലെയാണ് പടക്കപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് എന്ന പേര് പോലെയുള്ളൊരു മനുഷ്യനെ ഒരിക്കലും നരകത്തിൽ ശിക്ഷിക്കപ്പെടൂല. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനെയും ശിക്ഷിക്കപ്പെടും മുമ്പ് അവനെ ഒരു മെരുവായിട്ട്, മെരുവിനെ കണ്ടേ, മെരുവായി രൂപാന്തരപ്പെടുത്തപ്പെട്ടിട്ടാണ് അവനെ ശിക്ഷിക്കുക എന്ന് കിതാബുകൾ ഉദ്ധരിച്ചത് കാണാം. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ഞാൻ പറഞ്ഞത് മുഹമ്മദ് അല്ല, അള്ളാഹ് എന്ന ആ ജലാലത്തിൻ്റെ ഇസ്മ നമ്മുടെ മുഖത്തുണ്ട്. ആ ജലാലത്തിൻ്റെ ഇസ്മ അള്ളാഹ് എന്നതും അള്ളാഹുവിൻ്റെ നൂറും നമുക്കുണ്ടാകണമെങ്കിൽ റമദാൻ എന്ന അലിഫ് നൂന് കൊണ്ട് അവസാനിച്ച റമദാൻ, ആ റമദാനിൽ ഖുർആൻ എന്ന അലിഫ് നൂന് കൊണ്ട് അവസാനിച്ച ഖുർആൻ, ആ ഖുർആനിലൂടെ ഇഹ്സാനും ഈമാനും ഉണ്ടെങ്കിലാണ് ഒരു വിശ്വാസിയുടെ റമദാൻ ആകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനതൊക്കെ പറയണമെന്ന് അറിയോ? ഖുർആൻ അല്പമെങ്കിലും നമുക്ക് ഓതാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ഓതുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇല്ലേ? പള്ളിയിലൊക്കെ വന്നിട്ട് നല്ലോണം ഓതുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആനപ്പടി പള്ളിയിലുണ്ട് ഒരു അജയര്, 8 ഖത്തുമും 10 ഖത്തുമൊക്കെ തീർക്കും റമദാനിൽ. സദാസമയം ഇരുന്ന് ഓതും. 3 ദിവസം കൊണ്ട് ഖത്തുമ് തീർത്ത ആളുകളുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രയാസമൊന്നുമില്ല. ഒന്നിരുന്നാൽ നമുക്ക് 15 ദിവസം വരെ ഓതി തീർക്കാൻ നമുക്ക് കഴിയും. മഹാനായ ഷാഫി ഇമാമൊക്കെ പിന്നെ ദിവസം 1 ഖത്തുമ് തീർത്തു, റമദാൻ 2 ഖത്തുമ് തീർന്നു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത്ഭവമൊന്നുമില്ല. നമ്മളെ മനസ്സൊന്ന് പാകപ്പെടുന്നത് മാത്രം. ഒരു ദിവസം 10 ജുസ് ഓതി, 2 ദിവസം 20 ജുസ് ഓതി, 3 ദിവസം 30 ജുസ്. ഒരു ഖത്തും 3 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും. ഒരു മാസം കൊണ്ട് 10 ഖത്തുമ് തീർക്കാൻ കഴിയും. ഒന്ന് അതിന് വേണ്ടി ഒഴിഞ്ഞിരിക്കേണ്ടി വരും. നമ്മൾ പുറത്ത് പോകണമൊക്കെ നിർത്തേണ്ടി വരും. നമ്മൾ ഈ വാദം മറ്റേ അതൊക്കെ ഉണ്ടല്ലോ, മറ്റേ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും അതിനൊക്കെ പോയാലും മറ്റ് അങ്ങാടിക്ക് മറ്റും പോകണം, സ്വറ പറഞ്ഞതൊക്കെ ഒന്ന് കുറക്കുകയാണെങ്കിൽ നമുക്ക് ഓതാൻ കഴിയും. ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു ജുസ് എങ്കിലും നമുക്ക് ഓതിക്കൂടെ? ഓതാം. ഒരു ദിവസം ഒരു ജുസ് എങ്കിലും. ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ വന്നിട്ട് റമദാൻ, ഖുർആൻ, ഇഹ്സാൻ, ഈമാൻ. ഈ റമദാനിൽ ഖുർആൻ ഇല്ലെങ്കിൽ പിന്നെ വിശ്വാസിയുടെ റമദാൻ ആയിട്ടില്ല. ആണ് ഉമ്മമാരെ, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായി ഒരു ജുസ് എങ്കിലും നമ്മളെ ഉമ്മമാർ, വല്യമ്മമാരൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാ, അവരൊക്കെ 1, 2, 10 ജുസ് ഓതുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളൊക്കെ പ്രത്യേകം നമുക്കൊക്കെ വേണ്ടി ദ്വാരക്കുക. പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കുക. അതോടൊപ്പം അൽഹംദുലില്ലാ ഈ 6 ദിവസമായി എനിക്കതിനെ ഓതാൻ സാധിച്ചു. അവർക്ക് ഭാഗ്യവാന്മാരാ. എന്നാലോ ഹതഭാഗ്യരായ ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തുടങ്ങണം ഖുർആനോത്ത്. നിങ്ങൾ അശുദ്ധി സമയങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു 2 ജുസ് 2 ജുസ് ഓതി തീർക്കുകയാണെങ്കിൽ, ഒരു ദിവസം 2 ജുസ് ഓതുകയാണെങ്കിൽ, അശുദ്ധി സമയങ്ങൾക്ക് മാറ്റിവെച്ചാൽ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു ഖത്തുമ് ചുരുങ്ങി തീർക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ, നമ്മളെ വീട്ടിലെ മക്കളോടൊക്കെ, മക്കളോടൊക്കെ ഉമ്മമാർ, വല്യമ്മമാർ ഒക്കെ ഓതാൻ പറയാം. അപ്പോൾ പലർക്കും ഓതാൻ സാധിക്കാത്ത ആളുകളുണ്ടായേക്കാം. ചിലപ്പോൾ ഓതാൻ സാധിക്കാത്ത ആൾക്കാർ പലരും ഉണ്ട്. ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ അവരെ
പിന്നെ കുടുംബ പ്രാരാബ്ദവും കാരണവും മറ്റൊക്കെ പിന്നെ ഖുർആൻ ഓതി പഠിക്കാൻ കഴിയാത്ത ആളുകൾ എത്ര ഉണ്ട്. നമ്മൾ ആരും കുറ്റപ്പെടുത്തി പറയണ്ട. ഒരു കാലത്ത് അപ്പോൾ ഇങ്ങനെ സംവിധാനങ്ങളും ഓത്തുപള്ളിൻ്റെ കാലത്തൊക്കെ ഇപ്പോൾ അക്ഷരങ്ങളൊന്നും അറിയാതെ മനസ്സിലാക്കാൻ കഴിയാതെ കുടുംബ ഇപ്പോൾ ഈ വയസ്സായ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരൊക്കെ അധ്വാനിക്കാൻ തുടങ്ങിയത് കാലിൻ്റെ ചോപ്പ് മാറും മുമ്പ് അല്ല അധ്വാനിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പഴയ കാലത്ത് അവർക്കൊന്നും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരൊക്കെ ഭാഗ്യവാന്മാരാ. നമുക്ക് അവസരം കിട്ടിയിട്ടും നമ്മൾ ഓതുന്നില്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും മോശപ്പെട്ടവർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഓതി പഠിക്കാൻ സാധിക്കാത്ത ആളുകൾ ഒന്നും വേണ്ട, ഉപ്പമാരെ ഉമ്മമാരെ, ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ മതി, കൂരിട്ടു. അതിന് ആലോചിച്ച് നോക്കുകയാണ്, ഒരു ഖുൽഹു അല്ലാഹു സൂറത്ത് ഓതാൻ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഒരു ഖുൽഹു അല്ലാഹു ആയത് സൂറത്ത് ഓതാൻ അറിയാത്ത ആൾക്കാരൊന്നും ആരും ഉണ്ടാവില്ല. ധാരാളമായി ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ്, ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. ഖുർആനിൻ്റെ 1/3 കടപിടിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒറ്റ പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആനെ 3 ഭാഗമാക്കി അതിലൊരു ഭാഗം ഓതിയതിൻ്റെ പ്രതിഫലം ഉണ്ടാവും ഒറ്റ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ. അപ്പം ഇനി ഖുർആൻ ഓതുന്ന ആൾക്കാർ അറിയുന്ന ആൾക്കാരും കൂടി ഖുൽ ഹുവല്ലാഹു മാത്രം ഓതി ഇരിക്കരുത്. ഖുർആൻ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഖത്മ് തീർക്കുക. അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക, ആവർത്തിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇങ്ങനെ ധാരാളം ഓതുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മസ്ജിദുൽ ഖുബാ പള്ളിയിലെ ഒരു ഇമാമ്, ആ ഇമാമ് എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. എല്ലാ നിസ്കാരങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അപ്പോൾ സ്വഹാബത്തിന് ഭയങ്കര പ്രയാസം. എന്താപ്പോൾ എല്ലാ നിസ്കാരങ്ങളും മൂപ്പരാളിങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു? എന്താ, അൻസാരികളിൽപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹമാണ് മസ്ജിദുൽ ഖുബായിലെ ഇമാമ്. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ റക്അത്തിലും ഓതും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവൊക്കെ ആണെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദുമാണ് പിന്നെ മഗ്രിബ് നിസ്കാരത്തിൽ ഓതേണ്ടത്. ഇശായിൽ സജദ അല്ലെങ്കിൽ മുനാഫിഖൂന ജുമുഅ സൂറത്ത്, അതല്ലെങ്കിൽ സബ്ബിഹിസ്മ ഹല്ലത്താക്കൊക്കെയാണ് ഓതേണ്ടത്. പക്ഷെ അതൊക്കെ ഓതും മൂപ്പര്. അതോടൊപ്പം ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും മഹാനവറുകൾ ഓതും. പറഞ്ഞു മനസ്സിലായ? ഏത് നിസ്കാരത്തിലും അതിൽ ഓതേണ്ട സൂറത്തിന് പുറമെ, ഫാത്തിഹ സൂറത്തിന് പുറമെ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതും ആ നിസ്കാരത്തിൽ, എല്ലാ റക്അത്തിലും. ആ മറ്റ് മൗമായി നിൽക്കുന്ന സ്വഹാബത്തിന് വല്ലാത്ത ആശങ്ക. എന്താ പ്രയാസം അത് കേട്ടപ്പോൾ, അത് കണ്ടപ്പോൾ പ്രയാസം. പക്ഷേ ഇമാമിനെ മാറ്റാൻ വേണ്ടി അവർക്കിട്ട് ആഗ്രഹമില്ല. അതിന് അവരെക്കാളും ഇമാമ് നിൽക്കാൻ യോഗ്യരായ ഒരാൾ ഇല്ലതാനും. വല്ലാത്ത പ്രയാസമായി. മഹാനവറുകൾ പറഞ്ഞു, എന്ത് പറയുന്നറിയോ, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം, ഞാൻ ഒഴിവായിക്കോളാം. ഇമാമത്ത് സ്ഥാനം വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷേ ഒരു മാറ്റിയില്ല. മഹാനവറുകൾ പറയാണ്, ഇൻ അഹബബ്തും അൻ ഔമ്മക്കും ബിദാലിക ഫഅൽതു. ഞാൻ നിങ്ങൾക്ക് ഇമാമുക്കാണെങ്കിൽ ഞാനിത് ചെയ്തേ തീരൂ, ഞാൻ ചെയ്യും. വൈൻ കൈരീത്തും തറക്തുക്കും, നിങ്ങൾക്കത് വെറുപ്പാണെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോളി, കുഴപ്പമില്ല. വഖാനു യറൗന അന്നഹും മിൻ അഫ്ദലിഹിം, അവരിൽപ്പെട്ട ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടു, ഇമാമിനെ മാറ്റൊന്നും വേണ്ട, ഇമാം മുപ്പരാളായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വകരിഹു അയ്യു അമ്മുഹും വൈറഹു, മറ്റൊരാളെ ഇമാമാക്കൽ അവർ വെറുത്തു, മറ്റൊരു ഇമാമിനെ നിശ്ചയിച്ചില്ല, മുപ്പരെ തന്നെ ഇമാമാക്കി. അങ്ങനെ ഫലമ്മാതാഹുമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിലേക്ക് ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. കടന്നു വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് അഖ്ബറുഹുൽ ഖബറ, മഅ്മൂമിങ്ങളെ ഈ ഇമാമിനെ കുറിച്ച് ഈ വിവരം പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളെ ഇമാമുണ്ടല്ലോ, ആ ഇമാമ് എല്ലാ നിസ്കാരങ്ങളിലും ഓതേണ്ട സൂറത്തുകൾക്ക് പുറമേ എല്ലാ റക്അത്തുകളിലും
സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതുന്നു നബിയേ. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, യാ ഫുലാൻ, ആരാണ് ആ മനുഷ്യൻ? ആ ഇമാമിനെ വിളിച്ചു കൊണ്ടുവരൂ. അങ്ങനെ ഇമാമിനെ വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ മനുഷ്യ, മാ യംനൗക അൻ തഫഅല മാ യഉമുറുക ബിഹി അസ്ഹാബുക, നിന്റെ ഈ മഅ്മൂമിങ്ങളായ നിന്റെ കൂടെ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകൾ, ആ ആളുകൾ കൽപ്പിച്ച പ്രകാരം നിങ്ങൾ നിസ്കരിക്കാതെ എല്ലാ റകാത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് നിങ്ങളെ നിസ്കരിപ്പിക്കാൻ കാരണമെന്താണ്? നിങ്ങളെ മഅ്മൂമിങ്ങൾ പറയും പോലെ ചെയ്താൽ പോരെ? നിങ്ങളെ മഅ്മൂമിങ്ങൾ പറയുന്നതിന് അപ്പുറം നിങ്ങൾ എല്ലാ റകാത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ മഹാനുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫഖാല ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇഖ്ലാസ് സൂറത്ത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. അവർ പറയുമ്പോൾ എനിക്കത് ഒഴിവാക്കാൻ കഴിയില്ല നബിയെ. ഞാൻ എല്ലാ റക്അത്തിലും അത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ആ സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിയെ ശകാരിച്ചില്ല, സപ്പോർട്ട് കൊടുക്കുകയാണ്, പിന്തുണ കൊടുക്കുകയാണ്. ഹുബ്ബുക ഇയ്യാഹാ, അങ്ങേക്ക് ആ സൂറത്തിനോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അദ്ഖലകൽ ജന്ന, നിന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആ സൂറത്തിനുള്ള അങ്ങേരുടെ ഇഷ്ടമുണ്ടല്ലോ, അങ്ങയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അങ്ങ് ചെയ്തു നോക്കുകയും സ്വഹാബത്തിന് മുമ്പിൽ ഈ സ്വഹാബിക്ക്, ഇമാമായ സ്വഹാബിക്ക് അങ്ങ് അലോട്ട് കൊടുക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അത്രക്കും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഉമ്മമാരെ, ഉപ്പമാരെ, അത് മരിക്കും മുമ്പ് തന്നെ 1,00,000 പ്രാവശ്യം ഓതി തീർക്കാൻ നമുക്ക് സാധിച്ചാൽ അവൻക്ക് വലിയ നരകമോചനമുണ്ട്. അതാഖത്തുൻ കുബ്ര, വലിയ നരകമോചനം അവർക്കുണ്ട് എന്ന് മഹത്വം നമ്മൾ പഠിപ്പിച്ചത് കാണാം. ഒരാൾ മരിക്കും മുമ്പ് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായി ചൊല്ലി തീർത്താൽ അവർക്ക് അതാഖത്തുൻ സുഗ്റ, ചെറിയ നരകമോചനമുണ്ട്. ചെറിയ നരകമോചനം. അതാണ് നമ്മളൊക്കെ നാടുകളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ 70,000 ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നത്. അത് നല്ലതാണ്. അതേസമയം മരിക്കും മുമ്പ് തന്നെ നമ്മളൊരു 70,000 ദിക്ർ കൃത്യമായി ഓതി ചൊല്ലി വെച്ചാൽ അത് വലിയ നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. എങ്ങനെയെങ്കിലും ചൊല്ലിയാൽ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് അക്ഷരങ്ങളൊക്കെ ഒഴിവാക്കി ലാ ഇലാഹ ഹാ ഒക്കെ ശരിക്ക് ഉച്ചരിച്ച് അതിന് മഖ്റജുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും 70,000 പ്രാവശ്യം അതിന് അർത്ഥം ഓർത്തുകൊണ്ട് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ അത് മരിക്കും മുമ്പ് തന്നെ ചൊല്ലി തീർത്താൽ അവർക്ക് ചെറിയ നരകമോചനമുണ്ട്. എങ്കിലും മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാം. അവർക്ക് വലിയ നരകമോചനം കിട്ടാനുള്ള മാർഗം എന്താണ്? ജീവിതത്തിൽ മരിക്കും മുമ്പ് 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് സൂറത്ത് ഓതി തീർത്താൽ അതെപ്പോഴും ചൊല്ലുക. വലിയ മഹത്തിനെ മാത്രം നിങ്ങൾക്ക് സമയമില്ല അല്ലേ? നിർത്താനായില്ലേ? കഴിവിൻ്റെ പരമാവധി ഖുർആനുമായി ബന്ധമുണ്ടാവുക. ഈ ഒരു ആയത്താണെങ്കിലും അത് ആവർത്തിച്ച് ഓതിട്ടെങ്കിലും ഇപ്പം നമുക്ക് അങ്ങാടിക്ക് പോകുന്ന സമയത്ത് ഖുർആൻ ഓതിയാണ്ട് പോകാൻ പറ്റൂല. ബൈക്കാൻ പോവുകയാണെങ്കിൽ ഓതാൻ പറ്റും. ഖുർആൻ പിന്നെ നോക്കി ഓതിയാണ്ട് പോകാൻ പറ്റൂല. ഖത്തമും തീർക്കാൻ പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ബൈക്കുമ്മലൊക്കെ പോകുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയോണ്ട് പോവുക. അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ. ഉമ്മമാരൊക്കെ സഹോദരിമാരൊക്കെ പത്തിരി ഉണ്ടാകുന്ന സമയത്തൊക്കെ ബിസ്മി ധാരാളമായി ഓതിക്കൊണ്ടിരിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളമായി ഓതിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ആ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സമയമാണ്. നമ്മൾ സമൂസയുടെ മുമ്പിൽ സമൂസയും അയവർത്തിട്ട് ഇരിക്കുമോ നമ്മൾ ചെയ്യുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. എന്നാൽ ചില ആളുകൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ഒരു 100 ആൾക്കാർ നോമ്പ് തുറക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്നുണ്ടാകും ഒന്നും മിണ്ടാതെ കണ്ണും ചിമ്പി ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയായിരിക്കും.
നമ്മളത് അറിയില്ല. ഇന്ന ലിസ്വാഇമി ഇൻദ ഫിത്രിഹി ലദഅവത്തുൻ ലാ തുറദ്. ഒരു നോമ്പുകാരൻക്ക് അവന് നോമ്പ് തുറക്കുന്ന സമയത്തുണ്ട് ഒരു തള്ളപ്പെടാത്ത പ്രാർത്ഥന, അള്ളാഹുവിനോട് കീർത്തിച്ച് നിർബന്ധിച്ച് ചോദിക്കുന്നത് പോലെയാണ് ആ സമയം. കാരണം പകൽ സമയം മുഴുവനും നോറ്റ് പട്ടിണി കിടന്ന് അവസാനം നോമ്പ് തുറക്കാൻ ആ സമയത്ത് റബ്ബിനോട് ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹ് തട്ടൂല എന്നാ. ഉമ്മമാർ പ്രത്യേകം നിങ്ങൾക്കാണത് കൂടുതൽ നഷ്ടപ്പെടുക, നിങ്ങൾക്കാണ് കൂടുതൽ. കാരണം നിങ്ങളാണ് പാവങ്ങൾ, പിന്നെ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ ചെലവിന് വരുന്ന ഉസ്താദന്മാർക്കും മറ്റൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കായിരിക്കും. നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വരലുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒറ്റ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഒന്നും കൂടി കൂട്ടുകയാണെങ്കിൽ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യം ചൊല്ലിവെക്കാണ്. 10 ചുരുങ്ങിയതാ, ചൊല്ലിയൊക്കെ കാണി. നിങ്ങളെല്ലാം പ്രാർത്ഥനയായി, തസ്ബീഹായി, ഹംദായി, അള്ളാഹുവിൻ്റെ പൊറുക്കലിനെ തേടൽ ഒക്കെ ആയി. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ബാങ്കിൻ്റെ സമയത്തുണ്ടല്ല, ബാങ്ക് കൊടുക്കുന്നത് ഒട്ടും ഇങ്ങനെ കാത്തിരിക്കുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ചൊല്ലിവെക്കാണി, മനം പൊട്ടി ചൊല്ലിവെക്കാണി. അള്ളാഹ് കബൂൽ ചെയ്യും, അള്ളാഹ് ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തസ്ബീഹിനെ കുറിച്ച് പഠിപ്പിച്ചത് കാണാം. കലിമത്താനി ഖഫീഫത്താനി അലാ ലിസാനിക്, നിന്റെ നാവിൻ്റെ മേൽ ലഘുവായതാണത്. അല്ലേ? ലഘുവല്ല, ലഘുവായതല്ലത് സിക്ർ. പ്രയാസം എന്താ ചെല്ലാൻ? ഇല്ല, നാവിന് എളുപ്പമാണത്. ഖഫീഫത്താനി അലൽ ലിസാൻ, സഖീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ നല്ല ഭാരമുള്ളതാണത്. ആലോചിച്ചോക്കാണി, തുലാസിന് നമ്മളെ തുലാസ് ആഖിറത്തിൽ നമ്മളെ നന്മയും തിന്മയും തൂക്കുമ്പോൾ ഏറ്റവും ഭാരമുള്ള അമലാണത്. തുലാസിൽ ഏറ്റവും ഭാരമുള്ള 2 കലിമത്ത്. നാവിനാണെങ്കിലോ എളുപ്പമാണ്. ഹബീബത്താൻ ഇല റഹ്മാൻ, അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. നീ പറയണ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുലാസിന് ഭയങ്കര ഭാരമാണ്, നാവിന് സിമ്പിളുമാണ്. അങ്ങനത്തെ 2 കലിമത്താണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ 2. ഇനി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് കൂട്ടിയും കൂടി കൊടുത്താൽ വളരെ താമായി ആ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ല, ആ സമയം ഇജാബത്തുള്ള സമയമാണ്. ഈ 10 ദിക്ർ, ഈ ദിക്ർ 10 പ്രാവശ്യം ആണ് ചൊല്ലിയാൽ പ്രാർത്ഥനയായി, തസ്ബീഹായി, ഹംദായി, ഇസ്തിഗ്ഫാറായി, എല്ലാമായി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഈ റമദാനിനെ അതിനെ വേണ്ട രൂപത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ, മഹാനായ ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ കാണാം, ഒരു പണ്ഡിതൻ പറയാണ്, ഒരു മുഹമ്മദ് എന്ന പേരുള്ളൊരു മനുഷ്യൻ, പേര് മുഹമ്മദ് എന്നാ. റമദാനായ മൂപ്പരാൾ എന്ത് ചെയ്യും? റമദാനിൽ വന്നാൽ അതുവരെ തോന്നുന്ന നിസ്കാരം വേണ്ടാത്ത രൂപത്തിലൊക്കെ ജീവിച്ച മനുഷ്യനാ. ആ മനുഷ്യൻ റമദാൻ ആയാലും പ്രത്യേകം നമ്മൾ വിചാരിക്കും പിന്നെ റമദാന് മാത്രം പള്ളിക്ക് വരുന്ന ആൾക്കാർ നമ്മളാരും കളിയാക്കൊന്നും വേണ്ടട്ടാ. കാരണം എന്താ അറിയോ, ആരാ റബ്ബിന് മുമ്പിൽ നല്ലവരെന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, നമുക്ക് ചെറിയ കിബിർ മതിയാവും നമ്മൾ അമലൊക്കെ പൊളിഞ്ഞു പോകാൻ. ആര് കളിയാക്കണ്ട. നമ്മൾ വിചാരിക്കും പിന്നെ സ്പെഷ്യൽ എന്താണ്, പിന്നെ അവർക്ക് എന്താ പറയുക, പിന്നെ SP സ്പെഷ്യൽ ആളുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കും പലരൊക്കെ. പക്ഷെ നമ്മൾക്ക് ആരും കളിയാക്കരുത്. അതിൻ്റെ ഒരു തെളിവാണ് ഞാനീ പറയാൻ പോണത്. ഒരു പണ്ഡിതൻ പറയാം, മുഹമ്മദ് എന്ന പേരുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ ജീവിതകാലത്ത് റമദാന്റെ മുമ്പുള്ള സമയങ്ങളിലൊന്നും പള്ളിക്കും വരൂല, ഒന്നും അമലുകളൊന്നും ഇല്ലാതെ താൻ തോന്നിയുമായി ജീവിക്കും, മോശമായ രൂപത്തിൽ ജീവിക്കും. റമദാൻ ആയാലോ എന്നറിയോ, റമദാനുണ്ട് മാസപ്പിറവി കാണും മുമ്പ് ആ മനുഷ്യൻ നന്നായി കുളിച്ച് വൃത്തിയായി വെള്ള വസ്ത്രം ധരിക്കുന്നു, നല്ല അത്തറ് പൂശുന്നു. റമദാനങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ സദാസമയവും അവൻ ഇബാദത്തിലാണ്. ഇങ്ങനെ എല്ലാ റമദാനിലും മൂപ്പരാളെ പണി ഇങ്ങനെയാണ്. റമദാനായ ഒന്ന് ഉഷാറാവും, റമദാൻ കഴിഞ്ഞാലോ പഴയ അവസ്ഥയിൽ തന്നെ ഇതിന് പോകും. അപ്പൊ ഞാൻ ചോദിച്ചു ആ മനുഷ്യനോട്,
എന്താ നിങ്ങളെ അവസ്ഥ? ഇങ്ങനെ എന്താ നിങ്ങളെ അവസ്ഥ? റമദാനിൽ മാത്രം സജീവമാകുന്നു, റമദാനിലെ സമയങ്ങളൊക്കെ താൻ തോന്നിയായി ജീവിക്കുന്നു. അതങ്ങ് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഹാദാ ശഹ്റു തൗബത്തി വറഹമത്തി വൽ ബറക അസല്ലാഹു അൻ യതജാവസ അന്നീ ബിഫദ്ലിഹി. ഓ മനുഷ്യ, ഈ മാസം ഉണ്ടല്ലോ തൗബയുടെയും റഹമത്തിൻ്റെയും ബർക്കത്തിൻ്റെയും മാസമാണ് ഈ മാസം. ഈ മനുഷ്യൻ പറയാണ് ആരോട്? ആ മനുഷ്യനോട്, ചോദിച്ച മനുഷ്യനോട് പറയാ, ഞാൻ ഈ മാസത്തെ പ്രത്യേകം ബഹുമാനിക്കാൻ കാരണം എന്താ അറിയോ? ഇത് തൗബയുടെയും റഹമത്തിൻ്റെയും ബർക്കത്തിൻ്റെ മാസമാണ്. അസല്ലാഹു അൻ യതജാവസ അന്നീ ബിഫദ്ലിഹി, അല്ലാഹു എങ്ങാനും അവൻ്റെ ഔദാര്യം കൊണ്ട് എനിക്കെങ്ങാനും മാപ്പ് തന്നേക്കാം, എനിക്ക് അല്ലാഹു മാപ്പ് തന്നേക്കാം. ഇത് റഹമത്തിൻ്റെയും തൗബയുടെ ഒക്കെ മാസമാണ് ഈ മാസം എന്നാ മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോൾ നേരത്തെ ചോദിച്ച മനുഷ്യൻ ഈ മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടു ഈ മനുഷ്യനെ. അപ്പൊ സ്വപ്നത്തിൽ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക യാ ഫുലാൻ, നിങ്ങളുടെ അവസ്ഥ എന്താ? റമദാനിലെ സമയത്തൊക്കെ താൻ തോന്നിയായി ജീവിക്കും, റമദാനിലോ സജീവമായി എല്ലാം കുളിച്ച് വൃത്തിയായി വെള്ള വസ്ത്രം ധരിച്ച് അത്തറൊക്കെ പൂശി. പകൽ സമയത്തല്ല കേട്ടോ അത്തറ്, പകൽ സമയത്ത് അത്തർ പൊട്ടൽ കറാഹത്താണ്, രാത്രി സമയത്ത് രാത്രി സുന്നത്തുമാണ്. പ്രത്യേകം പറയണം, ഉമ്മമാർക്ക് ശ്രദ്ധിക്കുക, സഹോദരിമാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ടീച്ചറൊക്കെ ആയി പോകുന്ന പലരും നല്ല അത്തറും ഇതൊക്കെ പൂശി ചുണ്ടുമല ചോപ്പൊക്കെ തേച്ചുകൊണ്ടാണ് ഇങ്ങനെ പോണ് കാണാം. ആ ചുണ്ടുമല ചോപ്പൊക്കെ ഉണ്ടല്ല, അതൊക്കെ ഉമ്മനീര് തട്ടി അകത്തേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് പോയി ഡീം, ഒരു കാര്യമില്ല. നേരത്തെ പറഞ്ഞില്ലേ, റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, വിശപ്പ് മാത്രം സഹിച്ച് ജീവിക്കേണ്ടി വരും. അതൊക്കെ കാത്തിരിക്കുമാറാവട്ടെ. അപ്പൊ ഈ അവസ്ഥയിൽ ജീവിച്ച മനുഷ്യനോട് ചോദിക്കുകയാണ്, ഉറക്കത്ത് കണ്ടപ്പോൾ മരിച്ചുപോയ മനുഷ്യനോട് ചോദിക്കുകയാണ്, മാ ഫഅലല്ലാഹു ബിക യാ ഫുലാൻ, നിങ്ങളെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തത്? അപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ഗഫറല്ലാഹു ലീ ലിഅജ്ലി ഹുർമത്തി ശഹ്രി റമളാൻ, പവിത്രമാക്കപ്പെട്ട റമദാനിനെ സ്വീകരിച്ചു ആദരിച്ചു എന്ന കാരണം കൊണ്ട് എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തിരിക്കുന്നു. ആലോചിച്ചോക്കാണി, എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തിക്കണ്. എന്താ? റമദാനിനെ ബഹുമാനിച്ചെന്ന കാരണം കൊണ്ട്. ബഹുമാനം വല്ലാത്ത സംഭവമാണ്. ബഹുമാനാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. ഇബാദത്താണെങ്കിൽ ഇബിലീസൊക്കെ എന്ന് രക്ഷപ്പെടണം? ഇബിലീസിന് അറിവില്ലാത്ത കൊണ്ടോ ഇബാദത്തില്ലാത്ത കൊണ്ടൊന്നുമല്ലല്ല. ഇബിലീസ് പേച്ചോള്ള കാരണം എന്തുകൊണ്ടാണ്? അതബില്ലാത്ത കൊണ്ടല്ലേ, ബഹുമാനമില്ലാത്ത കൊണ്ടല്ലേ. ബഹുമാനാണ് ഏറ്റവും വലുത്. ആരെയും ബഹുമാനിക്കുക, വലിയവരെയും ചെറിയവരെയും ഉമ്മാരെയും താത്താരെയും. പിന്നെ അണ്ണാച്ചിനെ കണ്ടാലും ഒരു ഭ്രാന്തനെ കണ്ടാലും നമ്മളാരെയും ധിക്കരിക്കണ്ട, ആരെയും നമ്മളെന്ത് മോശമായി കാണണ്ട, ബഹുമാനിക്കുക. ഖുർആനെ ബഹുമാനിക്കുക. ഖുർആൻ്റെ മുകളിലൊക്കെ പലതും വെച്ചിട്ടുണ്ടാവും. ഉമ്മമാരെ ശ്രദ്ധിക്കുക, ബഹുമാനത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുക, അതൊക്കെ എടുത്ത് മുകളിൽ വെക്കുക. ബഹുമാനം നല്ല വേണം. പള്ളിയോട് ബഹുമാനം വേണം, വയസ്സായവരോട് ബഹുമാനം വേണം. ഇക്റാമുദ്ദീൻ ഷൈബത്തിൽ മുസ്ലിം ഒരു നേരെ ബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ, അത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന് പെട്ടതാണ്. ഇപ്പോൾ ഒരു നേര ബാധിച്ച മുടി നരച്ച ഒരാളെ ബഹുമാനിക്കൽ, അത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന് പെട്ടതാണെന്നാണ് പറഞ്ഞത്. അള്ളാഹിനെ ആദരിക്കുന്നതിന് പെട്ടതാണ്. ഇന്ന് സമൂഹത്തിൽ നിന്നൊക്കെ എടുത്തുപോയി, വേറെ വിഷയം. മടങ്ങണം പഴയ ജീവിതത്തിലേക്ക്. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം റമദാനിനെ ബഹുമാനിച്ചു എന്ന കാരണം കൊണ്ട് എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തു വന്നിരിക്കുന്നു എന്ന് സ്വപ്നത്തിൽ ആ മരിച്ചുപോയ മനുഷ്യൻ ഇയാൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. റമദാനിനെ ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ച മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും, ദാനധർമ്മങ്ങൾ സ്വതക്കകളൊക്കെ നല്ലോണം ചെയ്യുക. കുറേ പറയാനുണ്ട്. ഒരു വിശ്വാസിയുടെ റമദാൻ എന്ന നിലക്ക് ധാരാളം സുഹൃത്തുക്കൾ അമലുകൾ ഒക്കെ ചെയ്ത് അള്ളാഹുലേക്ക് നാം അടുക്കുക. പ്രത്യേകിച്ച് ദാനധർമ്മങ്ങൾ, സ്വതക്കുകൾ, പള്ളിയുടെ വരിസംഖ്യകളൊക്കെ കൊടുത്തു വിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ, വല്ല കടപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, കുടിശ്ശികയായി കിടക്കുന്നതൊക്കെ കൊടുത്തു വിട്ടുക. മദ്രസയിലെ വരിസംഖ്യയുണ്ട്, അതൊക്കെ കൊടുത്തു വിട്ടുക. എത്രയോ ക്യാഷുകൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ കടപ്പെട്ട ക്യാഷുകളൊന്നും വെക്കാതെ അതൊക്കെ പൂർണ്ണമായി, പ്രത്യേകിച്ച് വരിസംഖ്യകളൊക്കെ ഉണ്ടല്ലോ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ തന്നെ 12 മാസത്തെ വരിസംഖ്യയും കൂടി ഒരുമിച്ചാണ് കൊടുത്താണ്ടല്ലോ, ഭയങ്കര നേട്ടം. ഏതായാലും കൊടുക്കാനുള്ളതാണ്. ഓരോ മാസം 100 രൂപ കൊടുക്കുന്ന ആൾ ഓരോ മാസം ജനുവരി 100 രൂപ കൊടുത്ത്, ഫെബ്രുവരി 100 രൂപ കൊടുത്ത്, മാർച്ചിന് 100, അങ്ങനെ 100 കൊടുത്താലും 1200 കൊടുക്കണം. ഈ റമദാൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഈ മാസം 1200 ഒരുമിച്ചാണ് കൊടുത്താൽ അപ്പോഴും 1200 അവനക്ക് ചിലവാകും അല്ലേ?
ഒക്കെ ഒന്നല്ലേ, ഒന്നെ. പക്ഷെ ഈ റമദാനിൽ കൊടുത്ത കൂലി ഉണ്ടല്ല മറ്റേനോട് പിടിക്കൂല. അത്രക്കും വലിയ മഹത്വമായിരിക്കും അത്. പള്ളീൻ്റെ പരസ്യം ആയിക്കോട്ടെ, മദ്രസ ആയിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ. ഇപ്പോൾ ഈ സക്കാത്തുകളൊക്കെ വ്യത്യസ്ത സമയങ്ങളൊക്കെ നിർബന്ധമായി ഉണ്ടാവും. ആ വ്യത്യസ്ത സമയങ്ങളിൽ നിർബന്ധമായ സക്കാത്തും കൂടി കൊടുക്കുന്നത് എപ്പോഴാണ്? റമദാനിൽ. എന്താ കാരണം? റമദാന് മഹത്വം കിട്ടും. ഇപ്പോൾ നോമ്പ്, കഴിഞ്ഞ വർഷം നോമ്പ് നോക്കാൻ പറ്റാത്ത വല്യമ്മ, ആ വല്യമ്മ മുദ്ദ് കൊടുത്തിട്ടുണ്ടാവില്ല. മുദ്ദ് കൊടുത്തില്ലെങ്കിൽ റമദാനിൽ കൊടുത്തോളി. ആ മുദ്ദ് ഒരു നോമ്പിന് 800 ഗ്രാം വെച്ച് കൊടുത്തോളി. 24 കിലോ കൊടുക്കേണ്ടി വരും ഒരു മാസത്തേക്ക്. 30 ദിവസത്തേക്ക് 24 കിലോ കൊടുത്താൽ, പാവപ്പെട്ട കൂടെ കൊടുത്താൽ ആ മുദ്ദ് വീടി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് വീട്ടുക. കഴിഞ്ഞ വർഷം മുലപ്പാൽ കൊടുക്കുന്ന സ്ത്രീ ഉണ്ടായത് കൊണ്ട് ആ സ്ത്രീക്ക് നോമ്പ് നോക്കാൻ പറ്റിയിരുന്നില്ല. ആ സ്ത്രീ നോമ്പ് കഥാവ് വീട്ടും വേണം, മുദ്ദ് കൊടുക്കും വേണം. ആ മുദ്ദ് കൊടുത്ത് വീട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൊടുത്ത് വീട്ടണത്. കടപ്പാടുകളും കടമകളും ഒക്കെ നിർവഹിച്ച് ഒരു വിശ്വാസിയുടെ റമദാനായി ഈ റമദാനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തോർക്കല്ലേ അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നാളെ നമ്മുടെ ഷാക്രിഫയിലാണ്, നമ്മളെ റഷാദി ഉസ്താദാണ്. അങ്ങനെ അവസാനത്തെ ദിവസം അൽഹംദുലില്ലാ ഒരു മയ്യത്ത് പരിപാലന ക്ലാസ്സാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ സദസ്സുകളാണ്, മാതൃകായോഗ്യമായ ക്ലാസ്സുകളാണ്. അള്ളാഹു അതിലൊക്കെ പങ്കെടുത്ത് നാളെ ഇന്ന് വന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നാളെ നമ്മളെ കൊണ്ട് ഒരാളും കൂടി 10 ആളെ നമുക്ക് ഇതിലേക്ക് വരുത്താൻ സാധിച്ചാൽ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹ. നമ്മളെ കൊണ്ട് ആരെങ്കിലും നന്നായാൽ ഈ ദുനിയാവും അതിലുള്ള സർവസ്വവും കിട്ടുന്നതിനേക്കാളും ഉത്തമമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ സദസ്സിനെ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങൾ ഇരുന്ന ഓരോ സെക്കൻഡുകളും നീ സ്വീകരിക്കണം അല്ലാഹ്. റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയാണോ റമദാനിനെ സ്വീകരിക്കുന്നതെങ്കിൽ അതുപോലെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റബ്ബേ, ഈ റമദാൻ കാരണം, ഈ സദസ്സ് കാരണം ഞങ്ങളെ പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പൊറുക്കണം അല്ലാഹ്. ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, സയ്യിആത്തുകൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഇബാദത്തുകളൊക്കെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ നോമ്പുകൾ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ തറാവീഹുകളും ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും ഔറാദുകളും സ്വലാത്തുകളും നീ കബൂലാക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെയുള്ള രോഗികൾ, അവർക്ക് നീ ശമനം നൽകണം അല്ലാഹ്. രോഗികളായ പലരും ഈ സദസ്സിലുണ്ട്, ഞങ്ങളെ വീട്ടിലുണ്ട്, ഞങ്ങളെ കുടുംബത്തിലുണ്ട്, നാട്ടിലുണ്ട്. റബ്ബേ, മുഴുവൻ രോഗികൾക്കും ഈ പവിത്രമാക്കപ്പെട്ട റമദാനിൻ്റെയും ഈ സദസ്സിൻ്റെയും ഹക്ക് കൊണ്ട് മുഴുവൻ രോഗങ്ങൾക്കും നീ ശമനം നൽകണം അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. ആരോഗ്യം നൽകണം അല്ലാഹ്. ദീർഘായുസ് നൽകണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസുരാക്കി തരണം അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരീകരിക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മക്കളൊക്കെ നീ നന്നാക്കി തരണം അല്ലാഹ്. റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. റബ്ബേ, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണം അല്ലാഹ്. വിവാഹ പ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി തരണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്ന ജോലിക്കാരിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഈ മദ്രസയുമായി ഞങ്ങളെ മഹല്ലുമായും പള്ളിയുമായൊക്കെ സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, അതിനു വേണ്ടി ഖിദ്മ ചെയ്യുന്നവർ, നിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, റബ്ബേ, അവർക്ക് സേവനം ചെയ്യുന്ന രക്ഷിതാക്കൾ, ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, വരിസംഖ്യകൾ നൽകുന്നവർ, എല്ലാ നിലക്കും സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, അവരെ നീ ഏറ്റെടുക്കണം അല്ലാഹ്. നീ സ്വീകരിക്കണം അല്ലാഹ്.
അവരെ മുറാദുകൾക്ക് നീ ഹാസിലാക്കി തരണം അല്ലാ. ഈ പള്ളിയുടെ ചുറ്റും മറ്റ് മഹല്ലത്തുകളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ റബ്ബേ അവർക്കൊക്കെ നീ പൊറുക്കണം അല്ലാ. ഓരോ ദിവസവും റബ്ബേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നരകമോചിതർ അവരിൽ ഞങ്ങളെയും അവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാ. റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെയും അവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാ. റബ്ബേ ഞങ്ങൾക്കും ഈ മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടെയുള്ള സലാമത്ത് നൽകി അനുഗ്രഹിക്കണം അല്ലാ. ഈ സദസ്സുകൾക്ക് അതിനൊരു കാരണമാക്കി തരണം അല്ലാ. റബ്ബേ നിന്നെക്കുറിച്ചുള്ള ബോധം നൽകണം അല്ലാ, ചിന്ത നൽകണം അല്ലാ. ഹറാമിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ഹറാമിൽ നിന്ന് മുക്തമായ ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. നിസ്കാരം ഖളാ ആക്കാത്ത ജീവിതം നൽകണം അല്ലാ. നിന്നെക്കുറിച്ചുള്ള ബോധവും ചിന്തവും നൽകണം അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. മുഴുവൻ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം നിങ്ങളുടെ ദുആയിൽ ഈ സാധുവായ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.